കഴിഞ്ഞ ഒരു മണിക്കൂർ ആത്മീയ ഗീതങ്ങളുടെ ഒരു പ്രഭാവലയത്തിലായിരുന്നു നമ്മൾ. അതിന് നേതൃത്വം നൽകിയ സോളമൻ വർഗീസിനെയും, ചേപ്പാട്ട് സോളമൻ വർഗീസിനെയും, അതുപോലെ തന്നെ പിന്നണിയിൽ പ്രവർത്തിച്ച പോൾ ആൻഡ് പീറ്റർ, പാസ്റ്റർ ജോജി മാത്യുവിൻ്റെ ഇരട്ടക്കുട്ടികളാണ്. അവർ 3 പേരും കൂടി കഴിഞ്ഞ ഒരു മണിക്കൂർ നമ്മളെ ആത്മീയ അന്തരീക്ഷത്തിൽ എത്തിച്ചു. അവരോടുള്ള പ്രത്യേക നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. ഗെത്സമന പ്രയർ ഗ്രൂപ്പിൻ്റെയും അഗപ്പെ ഗോസ്പൽ മിനിസ്ട്രി പള്ളിപ്പാടിൻ്റെയും സംയുക്തമായി ക്രമീകരിച്ചിരിക്കുന്ന ഈ മുറ്റത്ത് കൺവെൻഷനിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഉന്നതനായ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ എളിയ വന്ദനം നിങ്ങളെ അറിയിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, സമീപത്തുള്ള ഭവനങ്ങളുടെ അങ്കണങ്ങളിലിരുന്നും പലരും ഇത് ശ്രദ്ധിക്കുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ യോഗം നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ സുവിശേഷ ഘോഷണം, വചന ശുശ്രൂഷയും നടക്കുന്നത്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് ബഹുമാന്യനായ പാസ്റ്റർ ജോൺസൺ ജോൺ, ബ്ലസ്സഡ് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൻ്റെ ചിങ്ങവനം ചർച്ചിൻ്റെ പാസ്റ്ററാണ്. അദ്ദേഹം ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കും. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഈ ക്രമീകരണങ്ങളെല്ലാം നമുക്ക് ചെയ്തു തന്നത് പുത്തൻപറമ്പിൽ വിൻസെൻ്റ്, അദ്ദേഹത്തിൻ്റെ കുടുംബമാണ്. അവരോടും ഞങ്ങൾക്കുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി പാസ്റ്റർ ജോൺസൺ ജോണിനെ ക്ഷണിച്ചുള്ളൂ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ധ്യാ മീറ്റിങ്ങിൽ ദൈവകൃപ പ്രാപിക്കാൻ തക്കവണ്ണം ഇങ്ങനൊരു അവസരം ദൈവം ഒരുക്കിയതോർത്ത് ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു. വിശേഷാൽ ഇവിടെ ചേർന്ന് വന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ദൈവമക്കൾക്കും നന്ദിയും സ്നേഹവും ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഗെത്സമന പ്രയർ ഗ്രൂപ്പ് പാക്കിൽ അഗപ്പ ഗോസ്പൽ മിനിസ്ട്രി പള്ളിപ്പാട് ചേർന്ന് നടത്തുന്ന സംയുക്തമായ ഈ മുറ്റത്ത് കൺവെൻഷൻ ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഇവിടെ സർവകൃപാലുവായ ദൈവം നമ്മളെ അനുഗ്രഹത്തോടെ നടത്തുവാൻ തക്കോണം ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുറന്നുള്ളതായ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായിട്ട് എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥനയെ ദൈവസ്നേഹത്തിൽ ക്ഷണിക്കുന്നതോടൊപ്പം ഈ മിനിസ്ട്രിയെക്കുറിച്ച് നമുക്ക് ലഘുവായ ചില വിവരണങ്ങൾ തരുന്നതിനും അതോടൊപ്പം തന്നെ ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവനാമത്തിലുള്ളതായ സ്വാഗതം ആശംസിക്കാനുമായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജി ചാക്കയവറുകളെ ഈ സമയം ക്ഷണിച്ചോളും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യനായ അധ്യക്ഷൻ, കടന്നു വന്ന ഗെത്സമന പ്രയർ ഗ്രൂപ്പിൻ്റെ പ്രവർത്തകർ, അഗപ്പെ ഗോസ്പൽ മിനിസ്ട്രിയുടെ അഭിമന്യരായ ദൈവദാസന്മാർ, കടന്നു വന്ന ജനത്തിലെല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വചനം ഇങ്ങനെ പറയുന്നു: ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയാണ്. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ, ഹല്ലേലൂയ. ഈ ദേശത്തെല്ലാം ദൈവവചനം എത്തിക്കണം, അറിയിക്കണമെന്നുള്ള വളരെ ആഗ്രഹത്തോടെ തുടങ്ങിയ ഒരു പ്രവർത്തനമാണ് ഗെത്സമന പ്രയർ ഗ്രൂപ്പ്. 5 വർഷം മുമ്പ് ഞങ്ങളുടെ പ്രിയകരായ TV കണ്ണമ്പറം, സണ്ണിച്ചൻ എന്ന് വിളിക്കുന്ന TV കണ്ണമ്പറം, അതുപോലെ തന്നെ രാജു പി കോര എന്ന ദൈവദാസനും അവരുടെ ഭാര്യമാർ മരിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇനിയും ദുഃഖിച്ചോ പരിഭവത്തോടെ ഇരുന്നിട്ട് കാര്യമില്ല. ദൈവവേല ചെയ്യണം. എന്താണ് നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങാമെന്നും പറഞ്ഞ്
അവർ രണ്ടുപേരും കൂടെ ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങളെ കൂടി ആ വിഷയം അറിയിച്ചു. ചേർന്ന് വന്ന് പ്രാർത്ഥിപ്പാനായിട്ട് കുറേ പേര് ഞങ്ങളോടൊപ്പം കടന്നു വന്നു. അങ്ങനെ തുടങ്ങിയ ഒരു പാണിത്. ആദ്യം ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനേകർ ദുഃഖത്തിലും ഭാരത്തിലും പ്രയാസത്തിലും കഴിയുന്നു. രോഗത്തിൽ അനേകർ കഴിയുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടും കടക്കണിയിലും അകപ്പെട്ട അനേകർ കഴിയുന്നു. അവർക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്നത് ഒന്ന് പ്രാർത്ഥിച്ച് സഹായിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു പ്രവർത്തനമാണ് ഗെത്സമന പ്രയർ ഗ്രൂപ്പ് എന്നുള്ളത്. അതിനുശേഷം നമുക്കറിയാവുന്നതുപോലെ വളരെയധികം ഉത്സാഹത്തോടെ ആ പ്രാർത്ഥന നടന്നുകൊണ്ടുപോയി. എന്നാൽ കൂടി വരുവാൻ നമ്മുടെ കോവിഡ് കാരണം 2 വർഷത്തോളം അതിനൊരു കൂടി വരവിൻ്റെ പ്രയാസങ്ങളുണ്ടായി. എങ്കിലും അതിനുശേഷം വീണ്ടും ശക്തിയോടെ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ പ്രാർത്ഥിച്ച് മാത്രം ഇരുന്നാൽ പോരാ, ഈ സുവിശേഷം നമ്മളെ ആകുന്ന വിധത്തിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ എത്തിക്കണം, മറ്റുള്ളവരോട് ഇത് പറയണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി തുടങ്ങിയ പ്രവർത്തനമാണ് കവലകളിലൊക്കെ നിന്നുകൊണ്ട് സുവിശേഷം അറിയിക്കുകയും അതുപോലെ ഭവനങ്ങളിൽ കടന്നു എന്ന് ഓരോരുത്തരെയും കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോടൊപ്പം ഇരുന്ന് ദൈവവചനം ഘോഷിച്ചുകൊണ്ട് അല്ലെ മറ്റുള്ള പ്രയാസങ്ങളിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തനം അത് തുടങ്ങുവാൻ തക്കവണ്ണമിടയായി. വീണ്ടും ദൈവം ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് ചേപ്പാട്ടുള്ള അഗപ്പെ ഗോസ്പൽ മിഷൻ്റെ ഒരു പ്രവർത്തനവുമായി ഞങ്ങൾക്കിങ്ങനെ ബന്ധപ്പെടുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അവർക്ക് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ വിളിക്കുമ്പോഴൊക്കെയും കടന്നു വന്ന് കോർണർ മീറ്റിങ്ങുകൾ നടത്താം. അതുപോലെ ഇതുപോലെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് എവിടെയെങ്കിലും മിറ്റങ്ങളോ കവലകളൊക്കെ കിട്ടിയാൽ നമുക്ക് അവിടെ ഗോസ്പൽ അറിയിക്കാൻ തക്കവണ്ണം ഉള്ള സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് പലയിടങ്ങളിലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിക്കൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും ദൈവത്തിന് ഞങ്ങൾ മഹത്വം കരയറ്റുകയാണ്. സ്തോത്രം. ദൈവം ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി. അനേക സ്ഥലങ്ങളിൽ അനേക മിറ്റങ്ങളിൽ ഇങ്ങനെ ഈ ഗോസ്പൽ ടീമുമായി ചേർന്ന് ഞങ്ങൾക്ക് സുവിശേഷ ഘോഷണം നടത്തുവാൻ തക്കവണ്ണം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അതോടനുബന്ധിച്ച് ഞങ്ങൾ ചില പ്രവർത്തനങ്ങളിലൂടെ ആരംഭിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. മീഡിയയിൽ കൂടെ ഒരു പ്രവർത്തനം യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാം. മഹിമ കണ്ട സാക്ഷികൾ എന്ന പേരിൽ അനേകരുടെ സാക്ഷ്യങ്ങൾ ഞങ്ങൾ യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ അത് നടത്തുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അനേകർ ഈ കൂട്ടത്തിൽ തന്നെ ഞങ്ങളുടെ സഹോദരങ്ങൾ ഇരിപ്പുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ അവർക്കുണ്ട്. അതിൻ്റെയൊക്കെ ഞങ്ങൾ വീഡിയോകൾ മഹിമയുണ്ട സാക്ഷിയിലൂടെ ഞങ്ങൾ അതിൽ കൊടുക്കുന്നുണ്ട്. അത് കാണാം. നിങ്ങൾക്ക് എപ്പോഴും മഹിമ കണ്ട സാക്ഷികളെന്ന് അത് അടിച്ചു നോക്കിയാൽ ഈ അനേക സാക്ഷ്യങ്ങൾ അതിലൂടെ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കിടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കുക മാത്രമല്ല, ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ പ്രാർത്ഥനാ സപ്പോർട്ട് വേണമെങ്കിൽ അത് ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിശ്ചയമായിട്ടും കടന്നു വന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഭാ സംഘടനാ പ്രവർത്തനങ്ങളുമായിട്ട് ഉള്ള പദ്ധതിയുമായിട്ടല്ല ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് പ്രത്യേകം ഞങ്ങൾ ഈ ചിങ്ങവനം പള്ളം പാക്കിൽ പ്രദേശങ്ങളിലുള്ള എല്ലാ സഭകളിലും പെട്ടും അല്ലെങ്കിൽ വ്യക്തി ജീവിതങ്ങളാണ് ഞങ്ങൾ കൂടി വന്ന് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരെയും ഞങ്ങളുടെ സഭയിലോട്ടോ ഞങ്ങളുടെ സംഘടനയിലോട്ടോ ചേർക്കുന്ന ഉദ്ദേശം ഞങ്ങൾക്കില്ല. ഇവിടെ എവിടെയെങ്കിലും ഒരാളെ ഞങ്ങൾ കേട്ടാൽ ഈ സ്ഥലത്താണ് കിട്ടുന്നെങ്കിൽ ഈ സഭയെ ഞങ്ങൾ കാണിച്ചു കൊടുക്കത്തേ ഉള്ളൂ. അല്ലാതെ ആടുമോഷണമോ പരിപാടികളൊന്നും ഞങ്ങൾക്കില്ല. ഇങ്ങനെ നടത്തുന്ന ഒരു പ്രവർത്തനമാണ് ഗെത്സമന പ്രയർ ഗ്രൂപ്പ്. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും. ചില രോഗികളെയൊക്കെ ഞങ്ങളെ വിളിക്കും. കാരണം അവർക്ക് ആരാധനയ്ക്കൊന്നും കടന്നു പോകാൻ കഴിയുന്നില്ല. ഒരു ആരാധന കൂടിയിട്ട് അനേക ദിവസങ്ങളായി, അനേക നാളുകളായി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഞായറാഴ്ചകളിലൊക്കെ സന്ധ്യ സമയത്തും അല്ലെങ്കിൽ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ക്രമീകരിച്ച് ഞങ്ങൾ അവിടെ വീട്ടിൽ കുറച്ച് പേര് പോയിരുന്ന് ശരിക്കും പറഞ്ഞ ഒരു സഭാ ആരാധന നടത്തി അവരോട് സുവിശേഷം അറിയിക്കുവാനും ഒക്കെ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ
വളരെ സ്വാതന്ത്ര്യത്തോടെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, ഏത് ഭവനത്തിലും വിളിക്കാം, ഏത് സ്ഥലത്തും വിളിക്കാം. ഇങ്ങനെയുള്ള മീറ്റിങ്ങൾ ഒരുക്കി തന്നാൽ അവിടെയെല്ലാം ഇതുപോലെയുള്ള സുവിശേഷ ഘോഷണങ്ങൾ നടത്തുവാനും സ്വർഗത്തിലെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളിവിടെ കടന്നു വന്ന സത്യം പറഞ്ഞാൽ ദൈവം ഞാൻ ഇന്ന് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് വളരെ സന്തോഷത്തോടെ. കാരണം ഇവിടെ വന്നപ്പോൾ ഇവിടെ മെറ്റിലുകൾ കിടക്കുന്നു, മറ്റു കാര്യങ്ങൾ വിറകുകൾ കിടക്കുന്നു. ഇവിടെ എങ്ങനെ ഒരു ഹല്ലേലൂയ സ്തോത്രം ഒരു കുറച്ച് പേർക്കെങ്കിലും ഇരിക്കട്ടെ, അത് എങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചു സ്തോത്രം. പക്ഷേ കണ്ടല്ലോ, ഇത്രത്തോളം ദൈവം ഇതിന് ഹല്ലേലൂയ സൗകര്യങ്ങൾ ഒരുക്കി തന്ന സ്വർഗത്തിലെ ദൈവത്തിന് കോടാകോടി നന്ദി കരേറ്റുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ നടത്തുവാൻ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളത് പ്രാർത്ഥിച്ച് ഞങ്ങളെ സഹായിക്കണം. തുടർന്ന് സമയം ദീർഘിപ്പിക്കുന്നില്ല. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകൾ അതുപോലെ തന്നെ കടന്നു വന്ന എല്ലാവർക്കും സ്വാഗതം അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഹല്ലേലൂയ ഞങ്ങളുടെ ടീമിൽ വന്ന എല്ലാവരും സ്വാഗതമൊന്നും അറിയിക്കേണ്ട കാര്യമല്ല. ഞങ്ങൾ നിങ്ങളോട് കൂടെ എപ്പോഴും ഉള്ളവരാണ്. പ്രത്യേകിച്ച് എന്നാൽ ചേപ്പാട്ട് ഒന്ന് കടന്നു വന്ന ആ ടീം വളരെ കഷ്ടങ്ങൾ സഹിച്ച് അവരെ ഏത് സമയത്ത് ഞങ്ങൾ വിളിച്ചാലും റെഡിയായിട്ട് ഓടി വരിക, ഒന്നും കൊടുക്കേണ്ടവർക്ക് ഹല്ലേലൂയ എല്ലാ സൗകര്യങ്ങളുമായിട്ട് കടന്നു വന്ന് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാ ഹല്ലേലൂയ അഗപ്പ ഗോസ്പൽ മിനിസ്ട്രിയുടെ എല്ലാ ദൈവദാസന്മാർക്കും പ്രത്യേകിച്ച് ഇന്ന് അനുഗ്രഹമായ രീതിയിൽ ഗാനങ്ങളൊക്കെ പാടി പവർ വിഷനിലൊക്കെ പാടുന്നവരെ കേട്ടോ ഇവിടെ വന്നിരുന്നോണ്ട് ഈ പാടിയത് നമ്മുടെ പ്രിൻസ് പാസ്റ്ററുടെ സഭയിലെ സോളമൻ പാസ്റ്റർ ഇന്ന് ഇവിടെ ഇരുന്നോണ്ട് പാടിയത് ചില്ലറക്കാരൊന്നും അല്ല അവര്. അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ കടന്നു വരുന്നതിന് പ്രത്യേകം ഹല്ലേലൂയ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എനിക്ക് തന്ന ഈ ഹല്ലേലൂയ ഈ സാവകാശത്തിൽ ഞാൻ ഇരിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള ആ സമയം നമ്മൾ തിരുവചനം ശ്രവിക്കാൻ പോവുകയാണ്. ആ ശുശ്രൂഷയുടെ അനുഗ്രഹത്തെ വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസന്മാർ ഇപ്പോൾ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. പാസ്റ്റർ EM എബ്രഹാം, പാസ്റ്റർ റോയി ടി തോമസ് തുടങ്ങിയ ദേവദാസന്മാർ മുൻപോട്ട് കടന്നു വന്ന് ഈ മീറ്റിങ്ങിൻ്റെ ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തെ ചേർന്നിരിക്കുന്ന ദൈവമക്കളെ ഏവരെയും വഹിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാം. നിത്യനായ ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ പിതാവേ, ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കർത്താവിനെ ഉയർത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഇന്ന് രാത്രികാലം അങ്ങയുടെ മാധുര്യമേറിയ ശബ്ദം ഈ ദേശത്ത് മുഴക്കുവാൻ അങ്ങ് സഹായിക്കുന്നതുകൊണ്ട് സ്തോത്രം. ദൈവജനം സംസാരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ദാസനെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവിൻ്റെ അഭിഷിക്തനെ കർത്താവ് ശക്തീകരിക്കണമേ. ദൈവത്തിൻ്റെ വചനം ശക്തിയോടെ ഘോഷിപ്പാനുള്ള കൃപ നിൻ്റെ മകന് കൊടുക്കണമേ. വചനം ശക്തിയായിട്ട് ഈ ദേശത്ത് ഘോഷിക്കപ്പെടുമ്പോൾ അത് ചില ജീവിതങ്ങളിൽ പരിവർത്തനമാകുവാൻ, യേശുവിൻ്റെ സ്നേഹം അവരെ അനുഭവിപ്പാൻ അറിയുവാൻ കൃപ ചെയ്യണമേ. പരിശുദ്ധാത്മാവ് അതിനായിട്ട് അവരെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദ്യമായും ശാന്തമായും ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത്രത്തോളം നല്ല കാലാവസ്ഥയെ ദൈവം ഒരുക്കിയിരിക്കുന്നുണ്ട് സ്തോത്രം. പാടുവാനായിട്ട് കർത്താവ് നിൻ്റെ മക്കളെ സഹായിച്ചു, അവരെ അതിനായിട്ട് ബലപ്പെടുത്തിയതുകൊണ്ട് സ്തോത്രം. ഈ ഭവനത്തെ ഇതിനായിട്ട് ഒരുക്കിയതുകൊണ്ട് സ്തോത്രം. കർത്താവെ, ഈ മിനിസ്ട്രിയെ ദൈവത്തോളം മാനിച്ചിരിക്കുന്നുണ്ട് സ്തോത്രം. ഗെത്സമന മിനിസ്ട്രിയും അതിനോട് ബന്ധപ്പെട്ട അഗപ്പെ മിനിസ്ട്രിയും, ഈ രണ്ട് മിനിസ്ട്രികളിൽ ചേർന്നുകൊണ്ട് കർത്താവിനെ ഉയർത്തുവാൻ ദൈവത്തോളം അവസരങ്ങൾ ഒരുക്കിയതുകൊണ്ട് സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നൽകണം. കർത്താവോടെ ഞങ്ങളോട് കൂടെ ഇരിക്കണം. മഹത്വമെല്ലാം കർത്താവ് സ്വീകരിക്കണം. ഇന്നത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി യേശു കർത്താവ് തീർക്കുമാറാകണമെന്ന് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവമുണ്ടായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാണമേ. ആമേൻ. പരിശുദ്ധനാകുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, അനുഗ്രഹമേറിയ നമ്പലപ്പെടുന്ന നല്ല പകൽക്കാലം രാവിലെ സമയം മുതൽ ഈ സമയം വരെയും ദൈവത്തിൻ്റെ വലിയ കരുണയും കൃപയും കൂടെ ഇരുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് അനേകയിടങ്ങളിൽ കർത്താവെ പകൽക്കാലം കടന്നുപോയി പരസ്യയോഗങ്ങൾ നടത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവെ ഈ സന്ധ്യാവേളയിൽ ഈ ദേശത്ത് ഈ ഭവനത്തിൻ്റെ കർത്താവെ മുറ്റത്ത് കർത്താവെ ഞങ്ങൾക്കിങ്ങനെ ഒരു കൺവെൻഷൻ ക്രമീകരിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ച വലിയ ദയയ്ക്കും കൃപയ്ക്കുമായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് രാത്രികാലം കർത്താവെ ഞങ്ങൾ കടന്നു വന്ന് കർത്താവെ ഈ മീറ്റിംഗ് ഇവിടെ ക്രമീകരിക്കുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവേ, പുഴവക്കത്തിരുന്ന ലുദിയയുടെ ഹൃദയം തുറന്നതുപോലെ
ഈ രാത്രികാലം കർത്താവെ ചില ഹൃദയങ്ങളെ തുറന്ന് അവർ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ സ്വർഗം അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ ഓട്ടങ്ങളും അധ്വാനങ്ങളും വൃഥാവാകാതെ സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ള ദൈവത്തിൻ്റെ വചനമാകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ പോയി ഭൂലോകത്തിലൊക്കെ സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിപ്പീൻ, കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കാമെന്ന് അരുളി ചെയ്ത അരുമനാഥൻ്റെ വാഗ്ദത്ത പ്രകാരം ഞങ്ങൾ കർത്താവെ ഈ ദേശത്ത് കർത്താവെ അതിവേഗം ഓടുന്ന വചനം കർത്താവെ സംസാരിക്കുമ്പോൾ കർത്താവെ അതേ അനേക ഹൃദയങ്ങളിൽ കർത്താവെ രൂപാന്തരം ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഇന്ന് വചനം സംസാരിക്കുന്ന കർത്തവൃത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ വചനത്തിൻ്റെ വാതിലുകളെ ദൈവം തുറന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചാലലി ചില രോഗികൾ സൗഖ്യമാകുവാൻ, പാപികൾ മാനസാന്തരപ്പെടുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, ദൈവത്തെ അറിയാത്തവർ ദൈവത്തെ അറിയുവാൻ, ദേശത്ത് അത്ഭുത വിടുതലുകൾ നടക്കുവാൻ ആദ്യ നൂറ്റാണ്ടിൽ പകർന്ന ആത്മാവിൻ്റെ ശക്തി ഈ രാത്രികാലം ഈ ദേശത്ത് കർത്താവെ പകരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. മുഴുവൻ മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുമ്പോൾ കർത്താവെ ഈ രാത്രികാലം കർത്താവെ ഇതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും നന്ദിയോടെ സ്തോത്രം ചെയ്യുമ്പോൾ കർത്താവെ ഈ പരിസരത്ത് ഹാലളിപ്പിക്കുന്ന ഈ മിറ്റത്ത് ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് വലിയ അനുഗ്രഹത്തിനും ആശ്വാസത്തിനും വിടുതലിനും കാരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായി ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു കർത്താവെ. കർത്താവ് അവിടുത്തെ കരുണ കാണിക്കണം. ഇന്ന് കാലാവസ്ഥയെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതിനായി നന്ദി കർത്താവെ. എല്ലാം മഹത്വം പുകഴ്ച ഞങ്ങൾക്ക് അർപ്പിക്കുമ്പോൾ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. കർത്തൃനാമത്തെ തുടർന്നുള്ള സമയം നാം ദൈവവചനം ശ്രവിക്കാൻ പോവുകയാണ്. അതിനായി കർത്താവിൻ്റെ അഭിഷിക്തൻ ടൈറ്റസ് മാത്യു ഈ സമയം ക്ഷണിക്കുന്നു. പ്രൈസലോ. കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിന് സ്തോത്രം കൊടുത്താട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രശാന്ത സുന്ദരമായ ഇന്നിൻ്റെ രാത്രിയിൽ ഈ ദേശത്ത് നിന്നുകൊണ്ട് കർത്താവായ യേശുവിനെ ഉയർത്തുവാൻ ദൈവം അവിടെ നൽകുന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശേഷാൽ ഇന്നിൻ്റെ രാത്രിയിലെ ഈ യോഗത്തിൻ്റെ യോഗാധ്യക്ഷനായി അപ്പോൾ തന്നെ ഈ ദേശത്തിന് വേണ്ടി ആത്മാർത്ഥമായി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കർത്താനദാസൻ പാസ്റ്റർ ജോൺസൺ ജോൺ അവരുകൾ ഈ മിനിസ്റ്ററുടെ ബന്ധത്തിൽ പ്രായം വകവയ്ക്കാതെ വണ്ണം കൊടും ചൂടിലും ദേശത്തിലെ ജനതയുടെ രക്ഷയെ മുൻപിൽ കണ്ടുകൊണ്ട് അഹോരാർത്ഥം അധ്വാനിക്കുന്ന ഗസമന പ്രയർ ഗ്രൂപ്പിലെ പിതാക്കന്മാരായ ദൈവദാസന്മാർ ഇന്നലകളിൽ ദൈവോലുവുള്ള സുവിശേഷത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി നിത്യത ഉറപ്പിച്ച ദൈവജനം, വിശേഷാൽ ഞങ്ങളുടെ അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രിയുടെ മുൻനിരയിൽ നിന്ന് അധ്വാനിക്കുന്ന പാസ്റ്റർ റജി തങ്കച്ചൻ, എൻ്റെ കൂട്ടു ദൈവദാസന്മാർ, അപ്പോൾ തന്നെ ഇതിൻ്റെ സമീപത്ത് ഞങ്ങൾ കാണുന്നു. ദൈവത്തെയും ദൈവവേലയും സ്നേഹിച്ചുകൊണ്ട് അങ്ങായിരുന്നു കൊണ്ട് ഈ സുവിശേഷം കേൾക്കുന്ന പലരെയും ഞങ്ങൾ കാണുന്നുണ്ട്. ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനത്തെ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. കർത്താവ് നമുക്ക് എത്രയോ നല്ലവനാണ്. ഓരോ പ്രാവശ്യവും ഞാൻ സുവിശേഷവുമായി നാൽക്കവലുകളിലും മുക്കവലുകളിലും വീഥികളിലും നിൽക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അഭിമാനത്തോടു കൂടെ തന്നെയാണ് ഞാൻ യേശു ക്രിസ്തുവിനെ പലയിടങ്ങളിലും ഉയർത്തുവാനായിട്ടിടയാകുന്നത്. കാരണം 1999 ഡിസംബർ മാസം വീടിനകത്ത് ഒരു മുഴം കയറിനാൽ തൂങ്ങി മരിക്കുവാൻ ഒരുങ്ങിയ ഒരു യൗവനക്കാരനായിരുന്നു ഞാൻ. ജന്മനാ ഹൃദ്രോഗിയായി ലോകത്തിലേക്ക് പിറവിയെടുത്തു. 19 വർഷം രോഗിയും 16 വർഷം പിന്തുടരുള്ളൂ എന്ന് പറയുന്ന മരിക്കുവാനേറിയ സാധ്യതയുള്ള ഇഞ്ചക്ഷൻ എടുത്ത് അങ്ങനെ ജീവിതം നിരാശയിലൂടെയും
ഭാരത്തിലൂടെയും വേദനയിലൂടെ കടന്നുപോയപ്പോൾ ആശ്രയിച്ച പല സ്തോത്രം. അങ്ങനെ രോഗസൗഖ്യത്തിന് വേണ്ടി വൈദ്യശാസ്ത്രത്തിൽ ആശ്രയിച്ചു. ക്രിസ്തീയ പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടെങ്കിൽ പോലും ക്രിസ്തീയ തലം വിട്ടുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി പലയിടങ്ങളിൽ എൻ്റെ മാതാപിതാക്കന്മാർ ഓടി നടന്നു. അവസാനം സൗഖ്യം ലഭിക്കത്തില്ല എന്ന് വിധിച്ച വിധിയുടെ നടുവിലാണ് ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയത്. എന്നാൽ അന്ന് പകൽക്കാലം എൻ്റെ അമ്മ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുവാനും അന്ന് പകലിൽ യേശു എനിക്ക് സൗഖ്യം തരുവാനും ഇടയായിത്തീർന്നു. ഞാൻ എൻ്റെ സാക്ഷ്യം വിവരിക്കുന്നില്ല, സമയം ഒത്തിരി മുൻപോട്ട് പോകുവാനിടയായിത്തീരും. ഞാൻ പറഞ്ഞ താല്പര്യം, സൗഖ്യം ലഭിച്ചെങ്കിൽ പോലും ഡോക്ടർ പറഞ്ഞു ഈ ഹൃദയവാൽവിൻ്റെ ദ്വാരം തുറന്നു വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് 3 മാസം കൂടുമ്പോൾ വന്ന് ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, 1999 ഡിസംബർ മാസത്തിൽ ഒടുവിലത്തെ ഇഞ്ചക്ഷൻ എടുത്ത് കോട്ടയം മെഡിക്കലിനെ പടി ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. നീണ്ട 24 വർഷക്കാലം ഭൂമിയുടെ ഭൂപ്പരപ്പിൽ തമ്പുരാൻ എന്നെ നിർത്തുവാനായിട്ടിടയായി. അതുകൊണ്ട് ഞങ്ങൾ കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, യേശുവിൻ്റെ കരം ഇന്നും കുറുതായി പോയിട്ടില്ല, അവൻ്റെ ചെവി ഇന്നും മന്ദമായിട്ടില്ല. വിളിച്ചപേക്ഷിക്കുന്ന ഇവർക്ക് സമീപസ്ഥനായി ഇന്നും വെളിപ്പെടുവാൻ യേശു ജീവിക്കുകയാണ്. അതുകൊണ്ട് മറ്റു മുഖവരുകളൊന്നും കൂടാതെ വണ്ണം ഇന്ന് രാത്രിയിൽ ഈ ദേശത്തോട് സുവിശേഷ സന്ദേശം പങ്കിടുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ആധാരമായി 2 വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ആ വേദഭാഗങ്ങളിൽ നിന്ന് ചില ചിന്തകൾ, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പഠിപ്പിച്ചതായ ചില ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് വേഗത്തിൽ ഞാൻ ഇരിപ്പാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങളും, അപ്പോൾ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 27 മുതലുള്ള ചില വേദഭാഗങ്ങളും പ്രിയ കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ വായിക്കും. നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കാമല്ലോ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 27-ാമത്തെ വാക്യം മുതൽ. അതിന് അവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കേണ്ടതിന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവൻ അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് എന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മരണവും മരണാനന്തര ജീവിത അനുഭവവും എന്ന വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് സുവിശേഷം പങ്കുവെപ്പാനായി ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. മരണാനന്തര ജീവിതത്തിന് വളരെ പ്രാധാന്യത കൊടുക്കുന്ന ഏക ഗ്രന്ഥം ലോകത്തിൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശുദ്ധ വേദപുസ്തകമാണ്. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്ന യോബ് എന്ന് പറയുന്ന ഭക്തൻ്റെ ചോദ്യത്തിന് മുമ്പിൽ മരിച്ചനന്തരമായി മനുഷ്യനൊരു ജീവിതമുണ്ടെന്ന് യേശു തൻ്റെ ഉയർപ്പിലൂടെ ലോകത്തിന് മുമ്പാകെ തെളിയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. മരണശേഷം മനുഷ്യൻ എവിടേക്കാണ് പോകുന്നു എന്ന വിഷയമാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ വേദഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ യേശുക്രിസ്തു ഉപദേശിച്ചതും പ്രസംഗിച്ചതും സന്ദേശമായി വിളംബരം ചെയ്തതുമെല്ലാം ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം എന്ന വിഷയത്തെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പ്രാരംഭ പ്രസംഗമായ ഗ്രീക്ക് പ്രഭാഷണത്തിൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. യേശുക്രിസ്തുവിൻ്റെ ഉപമകളും യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുമെല്ലാം നാം പഠിച്ചു കഴിഞ്ഞാൽ
യേശു പ്രാധാന്യത നൽകിയത് ഈ ലോക ജീവിതത്തിനല്ല, അപ്പുറമായി സ്വർഗരാജ്യത്തിന് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു വീണ്ടും ആവർത്തിച്ചിങ്ങനെയാണ് പറഞ്ഞത്, പുഴുവും തുരുമ്പും കെടുത്തുകയും കള്ളന്മാർ വന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്നതായ ഈ ലോകത്തിൽ നിങ്ങൾ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കുവാനായിട്ടിടയാകരുത്. അരുമനാഥൻ്റെ ഒടുവിലത്തതായ വിസ്താര വേളയുടെ നടുവിൽ നമുക്കറിയാം, ഗെത്സമനയിൽ വെച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ റോമൻ പട്ടാളക്കൂട്ടം രാത്രിയിൽ പിടിക്കാൻ വരുമ്പോൾ പിടിക്കുന്നതായ ആ വേളയിൽ യേശുക്രിസ്തുവിൻ്റെ പ്രഥമ ശിഷ്യനായിരിക്കുന്ന പത്രോസ് തൻ്റെ കരത്തിൽ നിന്ന് വാളെടുത്തുകൊണ്ട് പിടിക്കാൻ വന്ന ഒരു ചേവകനിട്ട് വെട്ടുവാനായിട്ടിടയായി. വിട്ടുമാറിക്കൊണ്ടു അവൻ്റെ ചെവി അറുത്ത് താഴെ വീണു. വീണ്ടും കർത്താവ് ആ കുനിഞ്ഞ് ചെവി എടുത്തുകൊണ്ട് ആ മനുഷ്യനെ സൗഖ്യമാക്കിയ രംഗം നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, വെട്ടുമാറി ചെവി താഴ്ന്നു വീണു കഴിഞ്ഞപ്പോൾ പത്രോസിനോട് തിരിഞ്ഞിട്ട് എന്താടാ വെട്ടാൻ അറിയത്തില്ലേ എന്നല്ല ചോദിച്ചത്, എന്താ വീണ്ടും വെട്ടാൻ ആവശ്യപ്പെടുകയല്ലായിരുന്നു. പത്രോസിനോട് ഇങ്ങനെ പറഞ്ഞു, പത്രോസേ, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുവാനായിട്ടിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇത് വാളെടുപ്പിക്കുന്ന മാർഗമല്ല, വാളെടുത്ത പലരെയും താഴെ ഇടിപ്പിച്ചുകൊണ്ട് ലോകത്തിന് അഭിമാനമായി കൈമാറിയ അനുഗ്രഹിക്കപ്പെട്ട മാർഗമാണ് ഈ സുവിശേഷ മാർഗം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെതായ വിസ്താരവേളയിൽ ഒടുവിലത്തെ വിസ്താരകനായിരിക്കുന്ന പീലാത്തോസിൻ്റെ വിസ്താരം നമുക്ക് ശ്രദ്ധേയമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് റോമൻ അധികാരികളും മതകോടതികളും യഹൂദ ജനവുമെല്ലാം യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാനായിട്ട് ആക്രോശിക്കുമ്പോൾ മൗനം പാലിച്ചു നിൽക്കുന്ന യേശുവിൻ്റെ മൗനത പീലാത്തോസിൻ്റെ മേൽ ആശ്ചര്യം പ്രകടിപ്പിക്കുവാനായിട്ടിടയായി. എന്നിട്ട് പീലാത്തോസ് യേശുവിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്. പീലാത്തോസ് യേശുവിനോട് പങ്കുവെക്കുകയാണ്, ഹേ യേശുവേ, നിനക്കറിയാമോ എനിക്ക് നിന്നെ വിട്ടയക്കുവാനും അപ്പോൾ തന്നെ എനിക്ക് നിന്നെ ക്രൂശിക്കുവാനും അധികാരമുണ്ട്. അതിൻ്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ മുഖത്തെ നീ ഒന്ന് ഉയർത്തുക, നിന്റെ മൗനം നീ ഒന്ന് വിടിയുക, എന്നിട്ട് നിന്റെ വായെ ഒന്ന് തുറക്കുക, നിന്റെ നീതി ഒന്ന് പ്രസ്താവിക്കുക. കാരണം എന്തെന്നറിയാമോ? നിന്റെ നീതി കേട്ടുകൊണ്ട്, നിന്റെ വശം കേട്ടുകൊണ്ട്, നിന്റെ സത്യം കേട്ടുകൊണ്ട് എനിക്ക് നിന്നെ വിട്ടയക്കാൻ അധികാരമുണ്ടെന്ന് പറഞ്ഞപ്പോഴും നീതിമാനായ കർത്താവ് നീതി പുലമ്പാതെ വണ്ണം വീണ്ടും മൗനം പാലിക്കുവാനായിട്ടിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ അടുത്ത നീതിയില്ലാത്തത് കൊണ്ടല്ല, പിന്നെ എന്തേ അവൻ വായ തുറക്കാതിരുന്നു? ഇന്നലകളിൽ ഏകദേശം 500-600 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഇങ്ങനെയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, ഇതാ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ രോമം കത്രിക്കുന്നതിന് മുമ്പാകെ അവൻ മിണ്ടാതിരിക്കുവാനായിട്ടിടയായി തീർന്നു. അവസാനം യേശു സംസാരിപ്പാനിടയായി. ആ സംസാരിച്ച പദം ഇങ്ങനെയാണ്, ഏ പീലാത്തോസേ, നീ ഒരു കാര്യം മനസ്സിലാക്ക്, എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചേവകർ പോരാടുമായിരുന്നു. നീ എന്നെ പിടിക്കുന്ന മാപ്രയിൽ 11 ശിഷ്യന്മാരും മൗനം പാലിച്ചത് എന്തുകൊണ്ടാണ്? 11 ശിഷ്യന്മാർ മാത്രമല്ല, ആയിരക്കണക്കിന് ശിഷ്യന്മാർ യഹൂദ ഇടത്തുണ്ട്. എന്നാൽ അവർ മുഴുവൻ മൗനം പാലിച്ചത് എന്തുകൊണ്ട്? വാളെടുക്കാത്തത് എന്തുകൊണ്ട്? ഹർത്താൽ വെക്കാത്തത് എന്തുകൊണ്ട്? മുട്ട് ചുരുട്ടി ഉയരങ്ങളിലേക്ക് എറിഞ്ഞ് സിന്താപ വിളിക്കാത്തത് എന്തുകൊണ്ടെന്നറിയാമോ? എൻ്റെ രാജ്യം ഐഹികമല്ല. ഞാൻ അവർക്ക് പ്രദാനം ചെയ്ത രാജ്യം, ഞാൻ വിഭാവന ചെയ്ത രാജ്യം, ഞാൻ അവരോട് പങ്കുവെച്ച രാജ്യം അത് ഐഹിക രാജ്യമല്ല, പിന്നെയോ അത് ആത്മീയ രാജ്യമാണ്, അത് സ്വർഗ രാജ്യമാണ്. അതുമാത്രമല്ല, സ്വർഗമുണ്ടോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം ശക്തിയോടെ സ്വർഗമുണ്ട് എന്ന് തൻ്റെ അടുത്തോടുകൂടെ ചങ്കുറപ്പോടുകൂടെ ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ അരുമനാഥൻ്റെ രംഗപ്രവേശനമാണ്. യേശു ക്രിസ്തു ജനിച്ചത് എവിടെയാണ്? കഴിഞ്ഞ ഡിസംബറിൽ നിങ്ങൾക്കറിയാം, 25-ാം തീയതി പുൽക്കൂടൊക്കെ ഒരുക്കിക്കൊണ്ട് യേശുവിൻ്റെ ജനനം ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളും മറ്റുള്ളവരുമെല്ലാം ആഘോഷിക്കുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്, കാലിൽ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു, അവനാണ് നസ്രേനായ യേശു ക്രിസ്തു. യോസെഫ് എന്ന് പറയുന്നതായ പുരുഷനുമായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ ആത്മാവിൽ രൂപപ്പെട്ടവനാണ് കർത്താവായ യേശു എന്ന് ബൈബിൾ പറയുന്നു. പക്ഷേ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ താഴേക്കുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്, അവൻ സ്വർഗത്തിൽ നിറങ്ങി വന്നവനായി, പിന്നെ സ്വർഗത്തിലേക്ക് കരേറിപ്പോയവനായ
നസ്രേനായ യേശു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയാമോ? മറിയുടെ മകനല്ല നസ്രേനായ യേശു, യോസഫിന്റെ മകനല്ല നസ്രേനായ യേശു, തച്ചന്റെ മകനല്ല നസ്രേനായ യേശു, പിന്നെ ഗലീലക്കാരനല്ല നസ്രേനായ യേശു. പിന്നെ അവൻ ആരാണ്? അവൻ സ്വർഗത്തിൽ നിറങ്ങി വന്നവനാ. അവൻ ഗലീലക്കാരനല്ല കേട്ടോ, അവൻ ബേത്ലഹേമിൽ ജനിച്ചവനല്ല, മറിച്ച് അവൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിറങ്ങി വന്ന ഒരേ ഒരു ദൈവമേ ലോകത്തിലുള്ളൂ. അവൻ ഇന്ന് രാത്രിക്കാല് ഞങ്ങളുടെ ആരാധന പുരുഷനായ, ഞങ്ങളുടെ അഭിമാനമായ നസ്രേനായ യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ കേൾക്കുന്ന സുഹൃത്തുക്കളെ, യേശു വന്നത് സ്വർഗത്തിൽ നിന്നാണ്. അത് മാത്രം കൊണ്ടല്ല കേട്ടോ അവസാനിക്കുന്നത്. മരണത്തെ ഭേദിച്ചുകൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഏകദേശം 40 ദിവസക്കാലം അവൻ ഈ ഭൂമിയിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവസാനം 40-ാമത്തെ ദിവസം യേശു തൻ്റെ ശിഷ്യന്മാരുമായി യാത്ര ചെയ്തു. എന്നിട്ടോ ബെഥാനിയോളം ചെന്നിട്ട് തൻ്റെ ശിഷ്യന്മാർ നോക്കി നിൽക്കൊണ്ട് ആകാശമേഘങ്ങളെ താണ്ടിക്കൊണ്ട് നസ്രേനായ യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോകുവാൻ ായിട്ടിടയായി. അവിടെ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. അരുമനാഥന്റെ സ്വർഗീയ പ്രവേശനം കണ്ട് കൊതി തീരാതെ നോക്കി നിൽക്കുന്ന പുരുഷന്മാര്, പ്രിയപ്പെട്ടവരെ തിരിക്കുവാൻ വേണ്ടി ദൈവം തന്റെ ദൂതനെ ലോകത്തിലേക്ക് അയച്ചു, അവരിലേക്ക് അയച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ ഗലീല പുരുഷന്മാര്, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? എന്നിട്ട് ഇങ്ങനെയാണ് തുടരുന്നത്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുന്നവനായി നിങ്ങൾ കണ്ടതായ യേശു, നിങ്ങൾ കണ്ടതുപോലെ സ്വർഗത്തിലേക്ക് കയറിപ്പോയതുപോലെ അവൻ വീണ്ടും വരുവാനായിട്ടിടയാകും. ഇന്ന് പകൽക്കാലം സ്വർഗമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ആരാധന പുരുഷനായ യേശു എവിടെ നിന്നാണ് വന്നത്? അവൻ സ്വർഗത്തിൽ നിന്ന് വന്നു. അവൻ സ്വർഗീയ കാഴ്ചപ്പാടുകൾ ലോകത്തിന് കൈമാറി, സ്വർഗത്തെക്കുറിച്ച് ഉപദേശിച്ചു. മാനവജനതയുടെ പാപത്തെ മുഴുവൻ സ്വന്തം ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് അവൻ പാപിയായ മനുഷ്യന് പകരമായി മരിച്ചു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുകൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയ വാസ്തവമാണെങ്കിൽ ഇന്ന് രാത്രികാലം അറിയട്ടെ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ജനനവും യേശുവിന്റെ ജീവിതവും യേശുവിന്റെ മരണവും യേശുവിന്റെ ഉയർപ്പും വാസ്തവമാണെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, യേശുവിന്റെ 2ാമത്തെ വരവും അത് സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ അവൻ്റെ 2ാമത്തെ വരവിൽ ആരാണ് സ്വർഗരാജ്യം പോകുന്നത്? അതാണ് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ലൂക്കോസിന്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ വളരെ ഏതു മനുഷ്യനും ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിൽ മരണാനന്തരം മനുഷ്യൻ പോകുന്ന ഇടത്തെക്കുറിച്ച് വളരെ വ്യക്തമായ നിലയിലുള്ള ധാരണ നൽകുന്നതായ ഒരു അധ്യായമാണ് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 16-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ എന്ന് പറയുന്നത്. അവിടെ 2 മനുഷ്യരെ യേശു പറയുകയാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ ധനവാനായ ഒരു മനുഷ്യനെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊരു മനുഷ്യനെയും അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവനെ ദരിദ്രനായ ഒരു മനുഷ്യനാണ്. ഈ 2 മനുഷ്യൻ്റെയും ജീവിതം, അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ, ഈ 2 മനുഷ്യരുടെയും മരണങ്ങൾ, മരണാനന്തരമുള്ള അവരുടെ അവസ്ഥകളൊക്കെ വളരെ വളരെ വ്യക്തമായി ഏതൊരു സാധാരണക്കാരനായ മനുഷ്യനും പ്രിയപ്പെട്ടവരെ യഥാർത്ഥമായ ആ അറിവ് ലഭ്യമാകുന്ന രീതിയിലാണ് നസ്രേനായ യേശു ഇത് പങ്കുവെക്കുവാനായിട്ടിടയായി തീർന്നത്. 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആദ്യത്തെ മനുഷ്യനായ ധനവാന്റെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് ബൈബിൾ പറയുക. ഇങ്ങനെയാണ് പറയുന്നത്, ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമവസ്ത്രവും പട്ടും ധരിച്ചുകൊണ്ട് ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. അടുത്ത ഭാഗം ഒരു മനുഷ്യൻ, ദരിദ്രനായ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, ദരിദ്രനായ ഒരു മനുഷ്യൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കുവാനിടയാകും. 2 തലത്തിൽ ജീവിക്കുന്നതായ 2 വ്യക്തികളെ യേശുക്രിസ്തു ലോകത്തിന് മുമ്പാകെ വെളിപ്പെടുത്തുകയാ. 1-ാമത്തെ മനുഷ്യന്റെ പേര് കൊടുത്തിട്ടില്ല, പക്ഷേ അവൻ ധനവാൻ എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാ. 2-ാം മനുഷ്യന്റെ അവന്റെ ധനത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, അവൻ ദരിദ്രനാണെന്ന് ബൈബിൾ പറയുന്നു. പക്ഷേ അവന്റെ പേരിനെ ദൈവത്തിന്റെ ആത്മാവ് ബൈബിളിൽ ചേർത്ത് വെക്കുവാനായിട്ടിടയായി. ധനവാന്റെ ജീവിത സാഹചര്യം ഇങ്ങനെയായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും അവൻ പട്ടും ധരിച്ചുകൊണ്ട് ദിനം പ്രതി സുഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ധനവാൻ എന്ന് പറയുന്ന മനുഷ്യൻ. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ദരിദ്രനായ ഒരു മനുഷ്യനെ കുറിച്ച് ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, ഇവന്റെ പടിപ്പുരക്കൽ കിടക്കുകയാണ്. അവന്റെ ശരീരം മുഴുവൻ വ്രണങ്ങളാൽ നിറയപ്പെട്ട് കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന്
പകൽക്കാലം പറയട്ടെ, സ്വർഗം ധനത്തിന് എതിരല്ല. ധനവാന്മാര് സ്വർഗത്തിൽ പോകത്തില്ല എന്ന് ബൈബിൾ പറയുന്നില്ല. ദരിദ്രർക്ക് സപ്പോർട്ടും ചെയ്യുന്നില്ല ബൈബിൾ സ്വർഗം എന്ന് പറയുന്നത്. പിന്നെയോ നമുക്ക് ആ വേദഭാഗങ്ങൾ കാണാൻ കഴിയുമ്പോൾ ധനവാനായ മനുഷ്യന്റെ അവൻ ലോക ജീവിതത്തിന് പ്രാധാന്യത നൽകിയപ്പോൾ ദരിദ്രനായ മനുഷ്യൻ മരണാനന്തരമുള്ള ജീവിതത്തിന് പ്രാധാന്യം നൽകുവാനായിട്ടിടയായി. ധനവാനായിരിക്കുന്ന മനുഷ്യൻ തൻ്റെ ലോകത്തിൻ്റെ തൻ്റെ ശരീര സുഖത്തിന് വേണ്ടി അവൻ പ്രാധാന്യത നൽകിയപ്പോൾ ധനവാനായിരിക്കുന്ന മനുഷ്യൻ തൻ്റെ ആത്മാവിൻ്റെ നിത്യതയ്ക്ക് പ്രാധാന്യത നൽകുവാനായിട്ടിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ധനവാനായ മനുഷ്യനെ നാം എടുത്തു പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ധൂമവറ വസ്ത്രം ധരിച്ചുകൊണ്ട് അവൻ ജീവിക്കുകയാ. ബൈബിളിലെ വേദപണ്ഡിതന്മാർ ഇങ്ങനെയാണ് പറയുന്നത്, അല്ലെ സ്വർണത്തെക്കാൾ വിലമതിക്കുന്നതായ വസ്ത്രമാണ് ധനവാൻ ധരിച്ചിരുന്നത്. അതുമാത്രമല്ല, എന്നും അവൻ സുഖിച്ചുകൊണ്ടിരിക്കുകയാണ്, ദിവസം തോറും അവൻ സുഖിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവന് സുഖിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുവൻ ദരിദ്രനായ ഒരു മനുഷ്യൻ, ദരിദ്രനെ ബൈബിൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അവന് സ്വന്തമായൊരു വീടില്ല കേട്ടോ. അതുകൊണ്ടാണ് അവൻ ഈ പടിപ്പുരയ്ക്കൽ വന്ന് കിടക്കുന്നത്. അവന് ഒരുപക്ഷെ മാതാപിതാക്കന്മാരുണ്ടായേക്കാം, പക്ഷെ തള്ളപ്പെട്ടവനായി ഈ ധനവാനായ മനുഷ്യന്റെ പടിപ്പുരയ്ക്കൽ അവൻ കിടക്കുകയാ. അതിൻ്റെ അർത്ഥം അവന് സ്വന്തമായി ഒരു ഭവനമില്ല എന്ന് മനസ്സിലാക്കണം. രണ്ട്, അവന് ഭംഗിയായ അല്ലെങ്കിൽ വിശപ്പടക്കാൻ കഴിയുന്ന ഒരു ജീവിത സന്ധാരണം അവന് പ്രാപിക്കുവാനായി കഴിയുന്നില്ല. അവിടെ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, ഇവന്റെ വീട്ടിൽ നിന്ന് വീഴുന്നതായ, അവന്റെ മേശയിൽ നിന്ന് വീഴുന്നതായ അപ്പക്കഷ്ണങ്ങളെ കൊണ്ട് വയറ് നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ലഭിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് കാണാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ വയറ് നിറച്ച ആഹാരം പോലും കഴിക്കാൻ കഴിയാത്ത, ദാരിദ്ര്യത്താൽ നിറഞ്ഞുപോയ, ശാരീരികമായി തളർന്നുപോയ, ശരീരത്തിന്റെ സൗന്ദര്യം ക്ഷയിച്ചു പോയ, അല്ലെങ്കിൽ എല്ലുകളുടേതായ ആരോഗ്യം ക്ഷയിച്ചു പോയതായ ഒരു മനുഷ്യനായി നമുക്ക് ദരിദ്രനെ കാണാൻ കഴിയുന്നു. എന്തിനേറെ പറയുന്നു, നല്ല ഒരു ശരീരത്തിനുടമ പോലും അല്ലാത്ത ഒരു ദരിദ്രനായ മനുഷ്യനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ധനവാനെ നാം എടുത്തു പഠിച്ചു കഴിഞ്ഞാൽ ലോകത്തിൻ്റെതായ എല്ലാം അവനുണ്ട് കേട്ടോ. അവന് നല്ല കൊട്ടാര സമുച്ചയം അവനുണ്ട്, അവന് നല്ല ബന്ധുമിത്രാദികളുണ്ട്, വയറു നിറച്ച ആഹാരത്തിലുള്ള മാർഗം അവനുണ്ട്, സ്നേഹിതന്മാരവനുണ്ട്, ലോകത്തിൽ നന്മകൾ അവനുണ്ട്, ലോകത്തിൽ സ്നേഹിതന്മാരവനുണ്ട്, ലോകത്തിൽ അവന് പാണ്ഡിത്യമുണ്ട്, ലോകത്തിൽ അവന് ആവശ്യമായതിലധികം സകലതുമുണ്ട്, സകലരും അവനുണ്ട്. പക്ഷേ മറുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലേതായി ഒന്നും നേടുവാൻ കഴിയാത്ത ഒരു ദരിദ്രനെ ബൈബിൾ പഠിപ്പിക്കുകയാ. എന്നാൽ ഞാനൊരു കാര്യം ഇന്ന് രാത്രികാലം പറയാ, ദരിദ്രന് ലോകത്തിലെ പരിചയങ്ങളൊന്നുമില്ല, ദരിദ്രന് നല്ല ആരോഗ്യമില്ല, ദരിദ്രന് വയറു നിറച്ച ആഹാരത്തിനുള്ള മാർഗമില്ല. ദരിദ്രൻ എന്തിനേറെ പറയുന്നു, വ്രണങ്ങൾ നിറഞ്ഞതായ തൻ്റെ ശരീരത്തെ ഒന്ന് ആ പുഴുക്കളെ ഒന്ന് മാറ്റിക്കളയുവാനായി ഒരു സ്നേഹിതന്മാരുമില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാൻ പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ പലതും ദരിദ്രനില്ലെങ്കിൽ പോലും ദരിദ്രന് ഒരു ദൈവം കൂടെ ഉണ്ടായിരുന്നു. പലതിനെയും വെട്ടിപ്പിടിക്കുവാൻ, പലരെയും കൂടെ നിർത്തുവാൻ, അല്ലെങ്കിൽ പല സുഖങ്ങളും അനുഭവിക്കുവാൻ ദരിദ്രന് കഴിഞ്ഞില്ലെങ്കിലും പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ പ്രദാനം ചെയ്യാൻ കഴിയുന്ന ദൈവത്തെ കൂട്ടുപിടിച്ചവനാണ് നസ്രേനായ യേശു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങൾ പറയാം, ലോകത്തിലെ പലതും നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ പരാതിപ്പെടരുത്, പരിഭവിക്കരുത്, നിങ്ങൾ തളർന്നു പോകരുത്, ജീവിതം അവസാനിപ്പിക്കരുത്. ലോകത്തിൽ എന്തെല്ലാം നേടിയാലും അവയേക്കാൾ മഹത്വം എന്ന് പറയുന്നത്, വിലപ്പെട്ടതെന്ന് നീ പറയുന്നത്, നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന യേശുവിനെ കൂടെ കൂട്ടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ അതാണ് ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരെ, ലോകത്തിലെ പലതും ഒരുപക്ഷെ നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞില്ലേക്കാം. പട്ടിണിയോ പരിതാപകരമായ ജീവിത സാഹചര്യങ്ങളായേക്കാം, ഒറ്റപ്പെടുത്തലുകളോ നിന്ദിക്കപ്പെടുന്ന അനുഭവങ്ങളാകാം നിങ്ങൾക്ക്. പക്ഷേ നിങ്ങളുടെ വിശ്വാസം പോയി പോകരുത്, യേശുവിനെ നിങ്ങൾ തള്ളിക്കളയരുത്. പ്രിയപ്പെട്ടവരെ, മരണത്തിനപ്പുറമായി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യ സ്വർഗത്തിലേക്ക് എത്തുവാൻ കഴിയുന്ന നസ്രേനായ യേശുവിനെ കണ്ടെത്തുവാൻ നമ്മുടെ കണ്ണുകളെ യേശു തുറന്നെങ്കിൽ, കാഴ്ചപ്പാട് ദൈവം നൽകിയെങ്കിൽ, പരമവിളിയാൽ ദൈവം നമ്മെ വിളിച്ചെങ്കിൽ, ഈ ആത്മീയ കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നെങ്കിൽ, ഇന്ന് വകക്കാലം നമുക്ക് ആരാധിക്കാൻ വകയുണ്ട്, നമുക്ക് സ്വപ്നം ചെയ്യാൻ വകയുണ്ട്.
ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാടുന്ന ഞങ്ങളെല്ലാവരും എല്ലാം നന്മയും പ്രാപിച്ചവരല്ല. വേദനകളും കഷ്ടതകളും രോഗങ്ങളും ഞങ്ങളുടെ നടുവിലുണ്ട്. എന്തേ ഞങ്ങൾ ആത്മഹത്യ ചെയ്യാത്തത്? എന്തേ ഞങ്ങൾ വിശ്വാസം തള്ളിക്കളയാത്തത്? എന്തേ ഞങ്ങൾക്ക് പരിഭവമില്ലാത്തത്? എന്തേ ഞങ്ങൾ പുറപെറുക്കാത്തത്? ഞങ്ങൾ പറയാ, ഞങ്ങൾക്ക് വിഷയം ഈ ലോക ജീവിതമല്ല. ഈ ലോക ജീവിതം ക്ഷണികമാണ്. ഈ ക്ഷണികമായ ജീവിതത്തിന് വേണ്ടിയല്ല ഞങ്ങൾ യേശുവിനെ കണ്ടെത്തിയത്. ഈ ക്ഷണികമായ ജീവിതത്തിന് നന്മകൾക്ക് വേണ്ടിയല്ല യേശുവിനെ ഞങ്ങൾ കൂട്ടുപിടിച്ചത്. പിന്നെയോ മരണത്തിനപ്പുറമാക്കും ഞങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിയാത്ത, കണ്ണുനീരും ദുഃഖങ്ങളും മുറവിളുമില്ലാത്ത ഒരു സ്വർഗരാജ്യം തരാമെന്ന വാഗ്ദത്തം മാത്രമാണ് ഞങ്ങൾ യേശുവിലൂടെ മുൻ കാണുവാനിടയാകുന്നത്. അതുകൊണ്ടാണ് കേട്ടോ, യേശു ക്രിസ്തു പരസ്യ പ്രസ്താവനയുടെ വേളയിൽ അനേകർ യേശുവിനോട് വന്നു കൂടുവാനിടയായി. അവസാനം അവരുടെ വരവ് കൊണ്ടുകൊണ്ട് നസ്രീനായ യേശു ചോദിച്ചു, ഈ കടല് താണ്ടിക്കൊണ്ട് ചെറുപടയിൽ കയറിക്കൊണ്ട് നിങ്ങൾ വരുന്നത് ആഹാരത്തിന് വേണ്ടിയാണ്. കാരണം ഇന്നലകളിൽ യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് അതിൻ്റെതായ അപ്പം കഷ്ണം വയറു നിറച്ച് കഴിച്ചവർ നദിക്കക്കരയിലേക്ക് യേശു പോയപ്പോൾ യേശുവിനെ പിൻഗമിച്ചു വരികയാ. അവരെ വരവ് കൊണ്ടുകൊണ്ട് യേശുവിന് മനസ്സിലായി, ഇവർ നിത്യജീവന് വേണ്ടി വരികയല്ല, ഇവർ സ്വർഗരാജ്യത്തിന് വേണ്ടി വരികയല്ല, ഇന്നലെ കഴിച്ച അപ്പത്തിന്റെ ഓർമ്മയിൽ ആഹാരത്തിന് വേണ്ടി വരുന്നവരാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ അപ്പത്തിന് വേണ്ടിയല്ല വരേണ്ടത്. അതുകൊണ്ട് അപ്പത്തിന് വേണ്ടി വന്നവരോട് സ്വർഗരാജ്യത്തിന്റെ ഉപദേശങ്ങൾ യേശു കൈമാറുവാനിടയായി. പ്രിയപ്പെട്ടവരെ പറയട്ടെ, യേശു തന്റെ ഉപദേശത്തെ കൈമാറിയപ്പോൾ അപ്പത്തിന് വേണ്ടി വന്നവർ ഓരോന്ന് പോകുവാനായിട്ടിടയായി. അവസാനം നോക്കിയപ്പോൾ യേശുവിനോട് കൂടെ വേർതിരിയപ്പെട്ടതായ 12 ശിഷ്യന്മാരല്ലാതെ മറ്റാരെയും കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് യേശു 12 ശിഷ്യന്മാരിലേക്ക് തിരിഞ്ഞിങ്ങനെ പറഞ്ഞു, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ? നിങ്ങൾക്കും പോയിക്കൊള്ളാനാ പറഞ്ഞത്. തുടക്കത്തിൽ 1000 ഉണ്ടായിരുന്നു. ഒടുക്കത്തിലേക്ക് വന്നപ്പോൾ 12 ശിഷ്യന്മാരിൽ ഒതുങ്ങിയപ്പോൾ യേശു ചോദിക്കുകയാണ്, നിങ്ങൾക്കും പോകാം. ഉടനെ പത്രോസ് എന്ന് പറയുന്ന പ്രഥമ ശിഷ്യൻ ഇങ്ങനെ പറഞ്ഞു, യേശുവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകൂ? ഞങ്ങൾ ആരുടെ അടുക്കൽ പോകൂ? എന്നിട്ട് അവൻ ആവർത്തിക്കുകയാണ്, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ടല്ലോ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകൂ? ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി യേശുവിലൂടെ ഞങ്ങൾ സമ്പാദിച്ചത് പണമല്ല കേട്ടോ, പദവിയല്ല കേട്ടോ. യേശുവിലൂടെ ഞങ്ങൾക്ക് സമ്പാദിച്ചത് നിത്യജീവനാണ്. അതുകൊണ്ട് പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കാതെ, വീട് പറ്റാൻ ഇടയാകാതെ, ലോകത്തിൽ നിന്ന് മരണം വഴിയെ മാറ്റപ്പെട്ടാലും ഞങ്ങൾക്ക് ശങ്കയില്ല. കാരണം ഇവിടുത്തെ മരണം എന്ന് പറയുന്നത് നിത്യതയുടെ തുറമുഖത്തേക്കുള്ള ഞങ്ങളുടെ യാത്രയുടെ ആരംഭമാണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞങ്ങൾ നിങ്ങളോട് പറയാ, യേശു ക്രിസ്തു നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഒരു സ്വർഗരാജ്യമാണ്. അതുകൊണ്ട് ധനവാനായ മനുഷ്യൻ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ മാത്രം ലയിച്ചുകൊണ്ട് ദൈവത്തെയും ദൈവത്തിന്റെ പ്രമാണങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ലോകജീവിതം എല്ലാ നിലയിലും സുഖകരമാക്കുവാനായി മുൻപോട്ട് പോയതായ ഒരു ധനവാനെ ബൈബിൾ പരിചയപ്പെടുത്തുമ്പോൾ, ലോകത്തിന്റെ സുഖങ്ങളോ നന്മകളോ ഒന്നും പ്രാപിപ്പാൻ കഴിയാതെ ദൈവത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവ പ്രമാണങ്ങളെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട്, ജീവിതം ദൈവത്തിന് വേണ്ടി മാത്രം അർപ്പിച്ചുകൊണ്ട് ദൈവമേ എന്ന് വിളിച്ചതായ ഒരു ദരിദ്രനെയാണ് പ്രാരംഭത്തിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഈ രണ്ടുപേരുടെയും ജീവിതാവസ്ഥ ഇങ്ങനെയായിരുന്നു. എന്നാൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ഇങ്ങനെയാണ്, ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൈവം ആ ധനവാന്റെ ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദരിദ്രനും മരിച്ചു, ധനവാനും മരിച്ചു. മരണത്തിന് മുഖപക്ഷമില്ല. പണ്ഡിതനായാലും പാമരനായാലും യക്ഷക്കാരനായാലും യൂറോപ്പുകാരനായാലും പ്രിയപ്പെട്ടവരെ കറുത്തവനായാലും വെളുത്തവനായാലും മരണം കൊണ്ടുപോക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് പ്രശസ്തയായ ഒരു കവിയത്രി മേരി ജോൺ തോട്ടത്തിൽ ഇങ്ങനെ പാടുവാനിടയായി, പടുക്കൾ എന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾക്ക് ഒടുക്കം എന്തു സംഭവിച്ചു കേട്ടുകേൾവിയില്ലയോ? പഠിച്ച വിദ്യയൊന്നും ഫലപ്പെടാതെ ദേഹിയെ വെടിഞ്ഞു പഞ്ചഭൂതമായി പിരിഞ്ഞുപോയി ജഡംഗ്രമാൽ. എന്നിട്ട് വീണ്ടും ആവർത്തിച്ച് പാടുകയാ, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയ വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ. എന്തു ശങ്ക,
മാറ്റമൊന്നുമില്ലതിൽ. അതേ പ്രിയപ്പെട്ടവരെ, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയ വിജ്ഞരുമെല്ലാം മരണമെന്ന കവാടത്തിലൂടെ മാറ്റപ്പെട്ടു പോയെങ്കിൽ ഇന്നില്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും മരണത്തിന് വിധേയപ്പെട്ടേ മതിയാകൂ. നമ്മുടെ അയൽ സംസ്ഥാനമായ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ സകല ജനവും അമ്മേ എന്ന് വിളിക്കുന്നതായ ജയലളിത മരണം നിങ്ങൾ ഒരുപക്ഷെ കാണും, അറിയുകയും ചെയ്ത് കാണും. ആഴ്ചകളോളം തമിഴ്നാട്ടിലെ ഒരു ഹോസ്പിറ്റലിൽ താൻ അഭയം പ്രാപിക്കേണ്ടി വന്നു ശാരീരികമായ രോഗത്താൽ. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കറിയാമോ, ജലത രോഗത്താൽ പിടിക്കപ്പെട്ടുകൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റായപ്പോൾ ആ വീഥി മുഴുവൻ, ആ ഗ്രൗണ്ട് മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിബിഡമാകുവാനായിട്ടിടയായി തീർന്നു. അനേക നിലവിളികളും അയ്യംവിളികളും അവിടെ ഉണർന്നു. അനേകരും അഭയങ്ങളും അനേക അഭയയാചനകളും അവിടെ ഉണർന്നു. അനേക നേർച്ചകളും കാഴ്ചകളും അവിടെ നടന്നു. എന്തിനേറെ പറയുന്നറിയാമോ, അവരമ്മയായ ചിലരുടെ ജീവനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ചിലർ മരണപ്പെട്ടു പോലും. പക്ഷേ ചിലരുടെ ജീവനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, വിദേശത്ത് നിന്ന് 5 കോടി രൂപ മുടക്കി വിദേശ ഡോക്ടറിനെ ഇറക്കുമതി ചെയ്തിട്ടും ചിലരുടെ ജീവനെ പിടിച്ചു നിർത്തുവാൻ വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞില്ല. നിങ്ങൾ മനസ്സിലാക്കണം, യൗവനത്തിൻ്റെതായ ശിരസുകളിൽ പ്രിയപ്പെട്ടവരെ രക്തത്തളിപ്പ് ആയി മാറിയതായ ഒരു മനുഷ്യനായിരുന്നു മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന മനുഷ്യൻ. മൈക്കിൾ ജാക്സനെ നിങ്ങൾക്കറിയാമല്ലോ, യൗവനക്കാരികളെ ത്രസിപ്പിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു മൈക്കിൾ ജാക്സൺ. നിങ്ങൾക്കറിയാമോ, മൈക്കിൾ ജാക്സന്റെ വീട്ടിൽ തന്നോടൊപ്പമായിരുന്നവരുടെ അവസ്ഥകൾ നിങ്ങൾക്കറിയാമോ? തൻ്റെ നഖം മുതൽ മുടി വരെ പരിശോധിക്കുവാൻ 12 പേര് തന്നോടൊപ്പം ഉണ്ടായിരുന്നു. എന്നിട്ടോ താൻ കഴിക്കുന്ന ആഹാരം കഴിക്കുന്നതിന് മുമ്പേ ലാബിൽ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തിയ അനന്തരമാണ് താൻ ഒരു നേരത്തെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. 15 പേര് തൻ്റെ ശരീര സൗന്ദര്യത്തെ കാക്കുവാൻ വേണ്ടി 15 പേര് തന്നോടൊപ്പം ഉണ്ടായിരുന്നു. 15 പേര് ഡോക്ടർമാർ തന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഏതെങ്കിലും അവയവത്തിന് പെട്ടെന്നൊരു അപകടം സംഭവിച്ചാൽ, കേട് സംഭവിച്ചു കഴിഞ്ഞാൽ അവയവദാനം നൽകുവാൻ വേണ്ടി ആ സകല അവയവദാതാക്കളെയും തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി. എത്ര കൊല്ലം ജീവിക്കാനാണ് ആഗ്രഹിച്ചെന്നറിയാമോ? 150 വർഷം ജീവിക്കുവാൻ വേണ്ടി തന്നാൽ കഴിയാവുന്ന മുഴുവൻ താൻ ചെയ്യുവാനിടയായി. താൻ പോകുന്ന എല്ലാ പ്രോഗ്രാമുകളിലും തന്നോടൊപ്പം ഡോക്ടർ ഉണ്ടായിരുന്നു. ഓക്സിജന്റെ ലെവല് കൂടെ നിന്ന് അതിൻ്റെതായ നിലയിൽ നിർത്തുവാൻ തക്കണ സജ്ജീകരിക്കപ്പെട്ടതായ ബെഡാണ് താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 150 വർഷം ജീവിക്കുവാൻ വേണ്ടി ആവോളം അധ്വാനിച്ച പ്രയത്നിച്ചതായ മൈക്കിൾ ജാക്സൺ 50-ാമത്തെ വയസ്സിൽ 2009 ലോകത്തോട് വിട പറഞ്ഞെങ്കിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ധനം കൊണ്ട് മരണത്തെ പിടിച്ചൊതുക്കാൻ കഴിയത്തില്ല, കഴിവ് കൊണ്ട് മരണത്തെ പിടിച്ചൊതുക്കാൻ കഴിയത്തില്ല, ശാസ്ത്രത്തിൻ്റെതായ പഠനം കൊണ്ട് മരണത്തെ പിടിച്ചൊതുക്കാൻ കഴിയത്തില്ല, തത്വസംഹിതകൾ കൊണ്ട് മരണത്തെ പിടിച്ചടക്കാൻ കഴിയത്തില്ല, നേതാക്കന്മാരെ കൊണ്ട് മരണത്തെ പിടിച്ചടക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രികാലം അറിയട്ടെ, മനുഷ്യനായി ജനിച്ചെങ്കിൽ സുരക്ഷിതമാണ് മരണം. അതുകൊണ്ട് ധനവാനും മരിച്ചു, ദരിദ്രനും മരിച്ചു. അടുത്ത ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: ധനവാൻ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. അവരുടെ മരണത്തെക്കുറിച്ച് ഇങ്ങനെയാ പറയുന്നേ: ദരിദ്രൻ മരിച്ചപ്പോൾ അടക്കപ്പെട്ടതായിട്ട് ബൈബിൾ രേഖപ്പെടുത്തിയില്ല. പക്ഷെ ധനവാൻ മരിച്ചപ്പോൾ പറഞ്ഞു, ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. പലരും ഞങ്ങളുടെയൊക്കെ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് നമുക്ക് എന്തുണ്ടോന്നാ, സെല്ലുണ്ടോന്നാ ചോദിക്കുന്നത്, അല്ലേ? പിന്നെ സെല്ല് എവിടെയാണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ബൈബിൾ അത്ര കൃത്യമായിട്ട് എഴുതി വെച്ചത് ദരിദ്രൻ മരിച്ചപ്പോൾ അടക്കിയതായിട്ട് കാണാൻ കഴിയുന്നില്ല. കാരണം ഞങ്ങളുടെ ശരീരം അടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വീതിയിൽ കിടന്ന് ചീഞ്ഞളിഞ്ഞ് മാറ്റപ്പെട്ടാലും ഞങ്ങൾക്ക് ഭാരമില്ല. ഞങ്ങൾക്ക് ഭാരമുണ്ടോ? നിങ്ങളുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് ഭാരമുള്ളതുപോലെയാ തോന്നുന്നേ. പ്രിയപ്പെട്ടവരെ, മരിച്ച് ബോഡി കിട്ടിയില്ലെങ്കിലും ഭാരപ്പെടാത്ത ഒരു കൂട്ടർ ആരാണെന്ന് ചോദിച്ചാൽ അത് ഞങ്ങളാ കേട്ടോ. ധനവാൻ മരിച്ചടക്കപ്പെട്ടു. നിങ്ങളുടെ ബുദ്ധി കൊണ്ടൊന്ന് നിങ്ങളൊന്ന് തിരഞ്ഞേ. പട്ടും ധൂമ്ര വസ്ത്രവും ധരിച്ചതായ, ആഡംബരത്തോടെ ദിനംതോറും സുഖിച്ചതായ ആ മനുഷ്യന്റെ ശവാടക്ക്
എത്ര ഗംഭീരമായിട്ടായിരിക്കാം നടന്നത്. ഒരുപക്ഷെ ദേശത്തിലെ പൗരന്മാര്, ശ്രേഷ്ഠന്മാര് പലരും അവിടെ വന്നിരിക്കാം. ഒരുപക്ഷെ ചന്ദനം കൊണ്ടുള്ള പെട്ടിയായിരിക്കാം വാങ്ങിയത്. ഒരുപക്ഷെ വളരെ വിസ്താരം നിറഞ്ഞതായ ഏരിയാകാം തരം തിരിച്ചത്. അങ്ങനെ ധനവാന്റെ ശവടക്ക് എത്ര ഭംഗിയായി, എത്ര ആഡംബരത്തോടെ അവർ അടക്കി കാണും. പക്ഷേ ദരിദ്രൻ മരിച്ചു, അടക്കിയതായിട്ട് കാണാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ആരെങ്കിലും കുഴിച്ചിട്ടെന്ന് വന്നേക്കാം. ഒരുപക്ഷെ അന്നത്തെ ഗവൺമെന്റ് ഏറ്റെടുത്തെന്ന് വന്നേക്കാം. പാട്ട് കേട്ടില്ല കേട്ടോ, സാക്ഷ്യം പറയാൻ ആരുമില്ല, പ്രിയപ്പെട്ടവരെ അനുശോചിക്കാൻ ആരുമില്ല, പ്രാർത്ഥിക്കുവാൻ ആരുമില്ല. എങ്ങനെയോ അവരെ അടക്കി കാണും. ഇന്നിന്റെ രാത്രി പറയട്ടെ, മരിക്കുമ്പോൾ ലോകത്തിലെ ആരെങ്കിലും വരുന്നതാണ് വലുതെന്ന് ചിന്തിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പോലെ മൂഢന്മാര് വേറെ ആരുമില്ല. എന്നാൽ ഇവിടെ നിങ്ങൾ വായിക്കുമ്പോൾ കാണണമേ, ദരിദ്രൻ മരിച്ചപ്പോൾ വായിക്കുന്നു, ദൂതനവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഇന്ന് രാത്രി പറയട്ടെ, ദരിദ്രൻ മരിച്ചപ്പോൾ MLA വന്നില്ല, MP വന്നില്ല, പ്രമാണിത്വമുള്ള ആരും വന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ദൈവത്തിനടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല, സ്വർഗത്തിനടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ദൈവം കൽപ്പന പുറപ്പെടുവിച്ച ദൂതനോട് സ്വർഗം തുറന്നു കേട്ടോ. ധനവാൻ മരിച്ചപ്പോൾ സ്വർഗം തുറന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല, ദൂതൻ വന്നതായി കാണാൻ കഴിയുന്നില്ല. പക്ഷേ ദരിദ്രൻ മരിച്ചപ്പോൾ ദൈവത്തിനടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ദൈവം ആജ്ഞ പുറപ്പെടുവിച്ചു, സ്വർഗം അവന് വേണ്ടി മലർക്കെ തുറന്നു. ദൂതൻ അബ്രഹാമിന്റെ മടി എന്ന പരദീസയിലേക്ക് ഇതാ ദരിദ്രനായ ദൈവത്തെ സ്നേഹിക്കുന്നവനെ കൊണ്ടുപോയി. ഇന്ന് രാത്രി ഞങ്ങൾ പറയാ, മരിക്കുമ്പോൾ ലോകത്തിലെ ആരെങ്കിലും മരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമില്ല കേട്ടോ. ഞങ്ങൾക്ക് വലുത് മരിക്കുമ്പോൾ സ്വർഗം തുറക്കുന്നുണ്ടോ എന്നതാ. ഞങ്ങൾക്ക് വലുത് ഞങ്ങൾ മരിക്കുമ്പോൾ ഞങ്ങളെ ഏറ്റെടുക്കുവാൻ ദൈവം തന്റെ ദൂതന്മാരെ അയക്കുന്നുണ്ടോ. ഇന്ന് രാത്രി ഞങ്ങൾ പറയാം, ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, സ്വർഗം തന്റെ ദൂതനെ ഞങ്ങൾക്കായി അയക്കും. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മരിച്ചാൽ സ്വർഗം തുറന്ന ദൂതനെ അയക്കാൻ ഇന്ന് രാത്രിയും ദൈവത്തിന് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് സുവിശേഷം നിങ്ങളുടെ ദേശത്ത് പങ്കുവെപ്പാൻ ഞങ്ങളെ ഈ ദേശത്തേക്ക് അയക്കുവാനിടയായത്. ഭക്തന്മാർക്ക് വേണ്ടി സ്വർഗത്തിൽ നമുക്കറിയാമല്ലോ, സ്തേഫാനോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അപ്പോസ്തലപ്രവൃത്തി പുസ്തകത്തിൽ ആദ്യത്തെ അധ്യായങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആത്മാവും ദൈവകൃപയും പരിശുദ്ധാത്മാവും നിറഞ്ഞതായ ശുശ്രൂഷയ്ക്കായി വേർതിരിയപ്പെടുവാൻ വേണ്ടി വിളിച്ചതായ കൂട്ടത്തിൽ ഒരുവനായിരുന്നു സ്തേഫാനോസ് എന്ന് പറയുന്ന മനുഷ്യൻ. ഒത്തിരി പ്രസംഗമൊന്നും നടത്താൻ കഴിഞ്ഞില്ല, പക്ഷേ അവൻ എഴുന്നേറ്റ് നിന്നപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു, വലിയ വീര്യപ്രവർത്തികൾ നടന്നു. വീര്യപ്രവർത്തികൾ നടന്നപ്പോൾ മതപുരോഹിതന്മാരും യഹൂദജനവും ശാസ്ത്രിമാരും എല്ലാം സ്തേഫാനോസിന് എതിരായി അവനെ അനേകരുടെ മുമ്പിൽ കൊണ്ടുവന്നു. അവസാനം അവരോട് അവൻ സുവിശേഷം പങ്കുവെച്ചു, ആദ്യോടന്തം പങ്കുവെച്ചു. എന്നാൽ അവൻ ഈ സുവിശേഷം പങ്കുവെച്ചു കൊണ്ടിരുന്നപ്പോൾ ചിലര് പല്ലുകടിച്ച് ഓടിയെടുത്തുകൊണ്ട് അവനെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായി കല്ലെടുത്ത് കഴിഞ്ഞപ്പോൾ സ്തേഫാനോസ് എന്ന് പറയുന്ന ആ ദൈവപുരുഷൻ സ്വർഗത്തിലേക്ക് നോക്കുവാനിടയായി. ഉയരങ്ങളിലേക്ക് നോക്കിയപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ പറയാൻ കേട്ടോ, ആദ്യത്തെ പ്രസംഗം പ്രസംഗിച്ചുകൊണ്ട് കല്ലേറുകൊണ്ട് മരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഭക്തന്റെ സ്വർഗത്തിലേക്കുള്ള നോട്ടത്തിന് നടുവിൽ ബൈബിൾ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിന്റെ സന്നിധിയിൽ പുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ചയും അവൻ കാണുവാനായിട്ടിടയായി. ഭക്തൻ മരിച്ചപ്പോൾ കണ്ടോ, അവനെ എതിരേൽക്കുവാൻ വേണ്ടി സ്വർഗം തുറന്നിട്ട് യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് നിൽക്കുന്നു എങ്കിൽ ഇന്ന് രാത്രികാലം അതാണ് ഞങ്ങളുടെ ആഗ്രഹം, അതാണ് ഞങ്ങളുടെ ആവശ്യം. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് പറയാം, ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു സ്വർഗമുണ്ട്.
ഒരുപക്ഷെ ഞങ്ങളുടെ ലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുപക്ഷെ തുറന്നില്ലെന്ന് വന്നേക്കാം, വാതിൽ തുറന്നില്ലെന്ന് വന്നേക്കാം, വഴി തുറന്നില്ലെന്ന് വന്നേക്കാം. പക്ഷെ ഞങ്ങൾക്ക് പരാതിയില്ല. അവയേക്കാൾ ഉപരി അന്ത്യസമയത്ത് തുറക്കപ്പെടുന്ന ഒരു സ്വർഗമുണ്ട്, അയക്കപ്പെടുന്ന ഒരു ദൂതനുണ്ട്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ആഹ്വാനം ഞാൻ ചെയ്യുകയാണ്. നിങ്ങൾക്കും തുറക്കപ്പെടുവാൻ സന്നദ്ധനായി നിൽക്കുന്ന ഒരു ദൈവവും സ്വർഗവും ഇന്ന് രാത്രിയും നിങ്ങളുടെ ആകാശത്തിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് എന്ന് ഇന്ന് രാത്രി നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാ. അപ്പോൾ ഇതാ ദരിദ്രൻ മരിച്ചപ്പോൾ സ്വർഗം തുറന്ന് ദൂതനെ ഇട്ട് അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ ധനവാന്റെ മരണവിധം ഇങ്ങനെ പറയുന്നു: ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു, യാതന അനുഭവിക്കുമ്പോൾ. ഇവിടെയാണ് ഞങ്ങൾ സുവിശേഷം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദരിദ്രൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവനെ കൊണ്ടുപോയത് ദൂതനാണ്. എവിടേക്കാണ് കൊണ്ടുപോയത്? പറുദീസയിലേക്കാണ്. അബ്രഹാമിൻ്റെ മടി എന്ന് പറഞ്ഞാൽ പറുദീസയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ ധനവാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പോയത് എങ്ങോട്ടാണെന്നറിയാമോ? യാതനാ സ്ഥലത്തേക്കാണ്. ബൈബിളിൻ്റെ ആദ്യത്തെ ഭാഗമായ പരിനിമത്തിൽ ആ പാതാളം എന്ന് പറയുന്ന സ്ഥലത്തിന് ഷിയോൺ എന്ന് പറയുന്നതായ ഒരു ഗ്രീക്ക് പദമാണ് കൊടുത്തിരിക്കുവാനിടയാകുന്നത്. അതിന് നരകമാണ്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നരകത്തിന് 4 വ്യത്യസ്ത വിഭാഗങ്ങളെ പുതിയ നിയമത്തിൻ്റെ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 4 വ്യത്യസ്ത ഇടങ്ങൾ. ഒന്നാമത്തെ ഇടമാണ് ആബീസ് എന്ന് പറയുന്ന ഇടം എന്ന് പറയുന്നത്. അത് പാപം ചെയ്തതായ ദുരാത്മാവിനെ അല്ലെങ്കിൽ ഭൂതാത്മാക്കളെ അല്ലെങ്കിൽ ചില താൽക്കാലിക കാലത്തേക്ക് അടച്ചിടുന്ന സ്ഥലത്തെയാണ് ആബീസ് എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ കാണുന്ന മഹാവ്യാധിയുടെ സമയത്ത് ജനത്തെ കുത്തുവാൻ അഴിച്ചുവിടുന്നതായ 5 മാസം കുത്തി വേദന അനുഭവിച്ച് മരിക്കാതെ ഇരിക്കുന്നതായ സമയത്ത് തുറന്നു വിടുന്നതായ ആ ഭൂതത്തെ അടച്ചിരിക്കുന്ന ഇടത്തെയാണ് ആബീസ് എന്ന വാക്കുകൊണ്ട് നാം അർത്ഥമാക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ഒരു സ്ഥലമാണ് ടാറ്റാറസ് എന്ന് പറയുന്നതായ ഇടം. ആ ടാറ്റാറസ് എന്ന് പറയുന്ന ഇടം എന്ന് പറഞ്ഞാൽ പാപം ചെയ്തു പോയ ദൂതന്മാരെ വെള്ളസിംഹാസനത്തിൻ്റെ ന്യായാധിപതി വരെ കാക്കാനായിട്ട് ഏൽപ്പിച്ച അല്ലെങ്കിൽ കാപ്പാനായിട്ട് ഏൽപ്പിച്ചതായ ആ ഇടത്തെയാണ് ടാറ്റാറിസ് എന്ന് പറയുന്നതായ നരകം. മൂന്നാമത്തെ നരകത്തെ ഹെയ്ത്തി എന്നാണ് വിളിക്കുന്നത്. ഹെയ്ത്തി എന്ന് വിളിക്കുന്നു. ഏതാണ് ഹെയ്ത്തി എന്ന് പറയുന്ന ഇടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവരും ഏത് കാലത്തും ദൈവത്തെ വിശ്വസിക്കാത്തവരുമായവര് വെള്ളസിംഹാസനത്തിന് ന്യായവിധി വരെ കാക്കപ്പെടുന്ന ഇടമാണ് ഹെയ്ത്തി എന്ന് പറയുന്ന നരകം എന്ന് പറയുന്നത്. നാലാമത്തെ ഒരു നരകമുണ്ട്. ആ നരകത്തിൻ്റെ പേരാണ് ഗഹന്ന എന്ന് പറയുന്ന നരകം. ആ നരകമാണ് യേശുക്രിസ്തുവിനെ ന്യായവിധിക്ക് ശേഷമായി ജീവസകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയിൽ തള്ളിയിടും. ഇത് 2ാം മരണം എന്ന് പറയുന്നതായ ആ അവസാനിക്കാത്തതായ അവസാനമില്ലാത്തതായ സകല ജനവും ഒരേപോലെ തള്ളപ്പെട്ടു പോകുന്നതായ ആ ഇടമാണ് നിത്യമായ നരകം. അതാണ് ഗഹന്ന എന്ന് പറയുന്ന നരകം. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, കർത്താവിനെ അറിയാതെ നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങൾ ചെല്ലുന്ന ഇടമെന്ന് പറയുന്നത് ഹെയ്ത്തി എന്ന് പറയുന്ന നരകമാണ്. അത് യാതനാ സ്ഥലമാണ്. ആ യാതന സ്ഥലത്ത് നിങ്ങൾ ആയിരിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇതാ ദൈവത്തിൻ്റെ പ്രമാണത്തെ മുറുകെ പിടിച്ചതായ, ദൈവത്തെ കൂടെ നിർത്തിയതായ, ദൈവത്തിന് വേണ്ടി ജീവിച്ചതായ ഈ ദരിദ്രനെ ദൈവം കൊണ്ടുപോയത് പറുദീസയിലേക്കാണ് എന്ന് ബൈബിൾ പറയുകയാണ്. എന്നാൽ വീണ്ടും താഴേക്ക് വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ അവൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ധനവാനായിരിക്കുന്ന മനുഷ്യൻ അബ്രഹാം പിതാവിനെ വിളിച്ചിട്ട് ഇങ്ങനെ അപേക്ഷിക്കുകയാണ്: അബ്രഹാം പിതാവേ, ലാസറിന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കണമേ. അവനെ തണുപ്പിക്കേണ്ടതിന് അവനെ ഇവിടേക്കൊന്ന് അയക്കണമേ. ഞാൻ ഈ ജാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് പറയുവാനായിട്ടിടയാകുന്നു. അവിടെ നരകത്തിലേക്ക് നിങ്ങൾ വീഴ്ത്തപ്പെട്ടു പോയാൽ, യാതന സ്ഥലത്തേക്ക് നിങ്ങൾ വീഴ്ത്തപ്പെട്ടു പോയാൽ നിങ്ങളുടെ സുബോധം നശിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, നിങ്ങൾ വിശ്വസിക്കരുത്.
പോകരുത്. നിങ്ങളുടെ സുബോധം നഷ്ടപ്പെട്ടു പോകത്തില്ല, നിങ്ങൾക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകത്തില്ല. അതുകൊണ്ടാണ് അവൻ അബ്രഹാം പിതാവേ എന്ന് വിളിച്ചത്. അതുകൊണ്ടാണ് അവൻ ലാസറിനെ മനസ്സിലാക്കിയത്. അപ്പോൾ അതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, നരകത്തിൽ യാതന സ്ഥലത്തൊരു മനുഷ്യൻ പോയാൽ അവിടെ തിരിച്ചറിയാൻ കഴിയും. ഒരുപക്ഷെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപം പരിഹരിക്കപ്പെടാതെ യേശുവിനെ രക്ഷകനായി അംഗീകരിക്കാതെ നരകത്തിലേക്ക് വീണപ്പെട്ടു പോയാൽ സ്വർഗത്തിലിരിക്കുന്ന നിങ്ങളുടെ സമീപവാസികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും, നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനൊരിടമാണ് യാതനാ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്, അവിടെ ഇങ്ങനെ പറയുന്നു, ലാസറിന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിലൊന്ന് മുക്കി എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ ദാഹിച്ചു വലയുകയാ, നരകത്തിൽ ദാഹിച്ചു വലയുകയാ. പ്രിയപ്പെട്ടവരെ, ഈ ചൂടേറിയ അനുഭവത്തിന് നടുവിൽ എത്രയോ ഗ്ലാസ് വെള്ളമാണ് നാം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നരകത്തിലോ യാതന സ്ഥലത്തോ നിങ്ങൾ എറിയപ്പെട്ടു പോയാൽ, പ്രിയപ്പെട്ടവരെ, ഇവിടത്തെ ഈ ചൂട് നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ തിക്തമായ അനുഭവമാണ് നാം പേറുന്നെങ്കിൽ, അതിലെ നരകത്തിലേക്കും യാതന സ്ഥലത്തേക്കും നിങ്ങൾ എറിയപ്പെട്ടു പോയാൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. അവിടെ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാകട്ടോ, നട്ടുച്ച വെയിലിൽ ഉള്ള സമയത്തും നാൽക്കവലയിൽ മുക്കൽ നിന്നുകൊണ്ടും ഈ പിതാക്കന്മാരോട് ചേർന്ന് ഞങ്ങളും ഈ ദേശത്ത് സുവിശേഷം അറിയിച്ചത് എന്തിനാണെന്നറിയാമോ? ആ നരകത്തിലേക്ക് നിങ്ങൾ പോകരുത്, യാതന അനുഭവത്തിലേക്ക് നിങ്ങൾ പോകരുത്, വേദനിക്കുന്ന അനുഭവത്തിലേക്ക് നിങ്ങൾ പോകരുത്, ദാഹിക്കുന്ന അനുഭവത്തിലേക്ക് നിങ്ങൾ പോകരുത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അറിയട്ടെ, അവിടെ പോകാതിരിക്കണമെങ്കിൽ, അവിടെ നിന്ന് രക്ഷ നേടണമെങ്കിൽ രക്ഷിക്കാൻ കഴിയുന്ന ഏക സന്ദേശമേ ഉള്ളൂ. അത് സുവിശേഷ സന്ദേശം മാത്രമാ. അവിടെ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവമേ ലോകത്തിലുള്ളൂ. അത് ഞങ്ങളുടെ ആരാധന പുരുഷനായ നസ്രേനായ യേശുവാ. അതുകൊണ്ട് യാതന സ്ഥലത്തേക്ക് എറിയപ്പെട്ടവൻ ദാഹിക്കുന്നു എന്ന് നിലവിളിച്ചിട്ട് അവൻ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ഇവിടെ കിടന്ന് വേദന അനുഭവിക്കുന്നു, വേദന അനുഭവിക്കുന്നു. അപ്പോൾ വേദന അനുഭവിക്കുന്ന ഒരിടമാണ് ഇത് നരകം അല്ലെങ്കിൽ യാതന സ്ഥലം. അവിടെ തന്നെ മറ്റൊരു പദം ഇങ്ങനെയുണ്ട്, ധനവാനും മരിച്ചു പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി. മേലോട്ട് നോക്കിയപ്പോൾ ദൂരത്തിൽ നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥം യാതന സ്ഥലം താഴെയും പർദീസ മുകളിലുമാണ്. ധനവാൻ യാതന സ്ഥലത്ത് നിന്ന് നേരെ നോക്കിയെന്നല്ല, കീഴിലേക്ക് നോക്കിയെന്നല്ല, മേളിലോട്ട് നോക്കിയപ്പോൾ മേളിൽ ആരെ കണ്ടു? ദരിദ്രനായ ലാസറിനെ കണ്ടു. നമുക്ക് തിരിച്ച് ജീവിച്ച ജീവിത സാഹചര്യത്തിലേക്കൊന്ന് വരാം. ലോകത്തിൽ ധനവാൻ ജീവിച്ചപ്പോൾ അവൻ എവിടെയായിരുന്നു? പലയിടങ്ങളിലും മേളിലായിരുന്നു. പല സ്ഥലങ്ങളിലും ആള് കൂടി നിർത്തുകയും അവൻ മേളിലായിരുന്നു. അവൻ പോകുന്ന ഇടത്തൊക്കെയും മേളിലായിരുന്നു. ഇന്ന് രാത്രി പറയട്ടെ, ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അന്നും ഇന്നും ഞങ്ങൾ എവിടെ തന്നെയാ? താഴെയാ. പൗലോസ് പറയുകയാ, ഞങ്ങളെ എല്ലാവരും ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. ഈ ലോകം ഞങ്ങൾക്ക് മാന്യത പലയിടത്തും തരാറില്ല. ഈ ലോകം പലയിടത്തും പരിഗണന ഞങ്ങൾക്ക് തരാറില്ല. പലയിടങ്ങളിൽ ഞങ്ങൾ അവഗണിക്കപ്പെടുകയാ. പക്ഷെ ഞങ്ങൾക്ക് ഭാരമില്ല കേട്ടോ. മേളിലിരിക്കുന്ന പലരെയും താഴ്ത്തുന്ന ഇരിടം എപ്പോഴെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ മരിക്കട്ടെ. ഞങ്ങൾ മരിച്ചു കഴിയുമ്പോൾ അവസ്ഥ മാറുക. ഞങ്ങൾ മരിച്ചു കഴിയുമ്പോൾ ഞങ്ങളുടെ നില മാറുക. എൻ്റെ ദൈവമക്കളെ, നാം എത്ര ശ്രമിച്ചാലും ലോകത്തിൽ നമ്മുടെ നില മാറത്തില്ല. പലയിടങ്ങളിലും നാം താഴെയായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ അവസ്ഥകൾ മാറുന്നത്, നമ്മുടെ സ്ഥിതിഗതികൾ മാറുന്നത്, നമ്മുടെ സ്ഥാനം മാറുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ മരിക്കുമ്പോഴാ.
ഇന്ന് ലോകത്തിൽ മോളിലിരിക്കുന്ന പലരും മരിച്ചു കഴിഞ്ഞാൽ നേരെ കീഴോട്ട് പോകുമ്പോൾ, ഇന്ന് ലോകത്തിൽ കീഴെയായിരിക്കുന്ന ഞങ്ങൾ ഒന്ന് മരിക്കട്ടെ, ഞങ്ങൾ നേരെ ഉയരത്തിലേക്ക് പോകും. മരണമാണ് ഞങ്ങളുടെ സ്ഥിതി മാറ്റുന്നത്. മരണമാണ് ഞങ്ങളെ യോഗ്യരാക്കുന്നത്. മരണമാണ് ഞങ്ങളെ മാന്യരാക്കുന്നത്. മരണമാണ് ഞങ്ങളെ മഹത്വമുള്ളവരാക്കുന്നത്. ഞങ്ങൾ മരിക്കട്ടെ, ഞങ്ങളുടെ വില ലോകം അറിയും. ഞങ്ങൾ മരിക്കട്ടെ, ഞങ്ങളുടെ സ്ഥാനം പ്രിയപ്പെട്ടവർ അറിയും. അതുകൊണ്ട് ഇവിടെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ ധനവാൻ കീഴിലേക്കും, മരിച്ചു കഴിഞ്ഞപ്പോൾ ഭക്തനായിരിക്കുന്ന ദരിദ്രൻ അവൻ മുകളിലും എത്തുവാനായിട്ടിടയായി. ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിന്റെ മഹത്വം നമുക്ക് അവിടെ ദർശിക്കുവാനായി കഴിയുന്നുണ്ട്. 2 തെസ്സലോനിക്ക ലേഖനം. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടി ആശ്വാസവും പകരം യേശുക്രിസ്തുവിന്റെ വരവിൽ പറയുകയാണ്, സുവിശേഷത്തെ അനുസരിക്കാത്തവർക്ക് ന്യായം വിധിക്കുമ്പോൾ ലോകത്തിൽ പീഡ അനുഭവിച്ച നിങ്ങൾക്ക് ആശ്വാസവും പീഡിപ്പിക്കുന്നവർക്ക് പ്രതികാരവും കൊടുക്കും എന്ന് ബൈബിളിൽ പറയുകയാണ്. താഴേക്കൊന്ന് വായിച്ചേ. ഞങ്ങളോടുകൂടി ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയുണ്ടോ? അപ്പൊ പീഡിപ്പിക്കുന്നവർക്ക് അന്ന് എന്ത് കിട്ടും? പീഡനം അനുഭവിക്കുന്ന ഞങ്ങൾക്കന്ന് ആശ്വാസം. കണ്ടോ, ഇവിടെ ഞങ്ങളെ പീഡിപ്പിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസം കിട്ടുന്ന നാള് കർത്താവിന്റെ വരവാ. ഞങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ ലഭിക്കുന്ന നാള് അത് കർത്താവിന്റെ വരവാ. താഴേക്ക് വായിച്ച ദേവദാസനെ. ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയം ആകുന്നതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന നിത്യനാശം എന്ന ശിക്ഷാവിധി. സുവിശേഷം അനുസരിക്കാത്തവർക്ക് അവന്റെ വരവിൽ നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. അപ്പം ഇന്ന് പീഡിപ്പിക്കുന്നവർക്ക് നാളെ പീഡ ലഭിക്കുമ്പോൾ, ഇന്ന് പീഡിപ്പിക്കപ്പെടുന്ന നമുക്ക് നാളെ ആശ്വാസം. കർത്താവിൻ്റെ വരവിൽ സുവിശേഷം അനുസരിക്കാത്തവർക്ക് നിത്യ നാശം കടന്നു വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് നിത്യ സ്വർഗരാജ്യം ലഭ്യമാകുവാനായിട്ടിടയാകും. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ പറയുന്നത്, ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി പ്രാപിപ്പാനായിട്ടിടയാകും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് സന്തോഷിക്കുവാനായിട്ടിടയാകും. മുത്തുമയമായി വിളങ്ങും പട്ടണമാണത്, തത്ര ശോഭിതം. മുത്തുമയമായി വിളങ്ങും പട്ടണമാണത്, ശാലേംപുരം ത്രശോഭിതം. വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമാം പട്ടണമതിൻ്റെ ഭംഗി വർണ്ണ്യമല്ലഹോ. അപ്പൊ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്ക, യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവനന്തരമായി ലോകത്തിൽ ചപ്പന്നെണ്ണുന്ന മുദ്രവിക്കപ്പെടുന്ന രക്തസാക്ഷികളായി മാറുന്ന, ആശ്വാസം ഞങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾക്ക് യേശുവിന്റെ വരവാനന്തരം നിത്യമായ ആശ്വാസം ലഭിക്കുമ്പോൾ, സുവിശേഷകരെ പീഡിപ്പിക്കുന്നവർക്ക്
ദൈവമക്കളെ പീഡിപ്പിക്കുന്നവർക്ക്, ഭക്തന്മാരെ പീഡിപ്പിക്കുന്നവർക്ക് യേശുവിന്റെ വരവിൽ പീഡ അനുഭവിക്കുവാനിടയായി തീരും. അനന്തരമായി നിത്യനാശം കൈവരുമെന്ന് സുവിശേഷം പങ്കുവെക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം വീണ്ടും താഴേക്ക് വായിക്കുമ്പോൾ ആ അബ്രഹാം പിതാവിനോട് ധനവാനായ മനുഷ്യൻ പറയുന്നുണ്ട്. അബ്രഹാം പിതാവ് ഇങ്ങനെയാണ് പറയുന്നത്, എനിക്ക് ഇവന് നിന്റെ അരികിലേക്ക് വരുവാനായി കഴിയത്തില്ല, കാരണം നടുവിൽ ഒരു പിളർപ്പ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുകയാണ്, ലാസറിന് നിന്റെ അരികിലേക്ക് വരുവാൻ കഴിയത്തില്ല, നിനക്ക് ഇവിടത്തോളം എത്താൻ കഴിയത്തില്ല, കാരണം എന്റെയും ലാസറിന്റെയും ധനവാന്റെയും ഇടയിൽ വലിയൊരു പിളർപ്പുണ്ട്. ഇന്ന് രാത്രി പറയട്ടെ പ്രിയപ്പെട്ടവരെ, നരകത്തിൽ യാതന അനുഭവിക്കുമ്പോൾ പ്രാർത്ഥിച്ച, യേശുവേ എന്ന് വിളിച്ച് അപേക്ഷിച്ച് അപേക്ഷ നടത്തി ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തില്ല. യാതന സ്ഥലത്ത് മാറ്റപ്പെട്ട അനന്തരമായി ഒരു ശുദ്ധീകരണ സ്ഥലവും ബൈബിൾ കാണിക്കുന്നില്ല. നേർച്ചകളോ കാഴ്ചകളോ തർപ്പണങ്ങളോ അർപ്പണങ്ങളോ അർപ്പിച്ചതുകൊണ്ട് മരണാനന്തരം നിത്യമായ സ്വർഗത്തിൽ പോകാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നെങ്കിൽ അബദ്ധമായ മോഹമാണ്. ഇന്ന് രാത്രി പറയട്ടെ, മരിച്ചു കഴിഞ്ഞാൽ യാതന സ്ഥലം, അല്ല എങ്കിൽ പറുദീസ, അല്ലെങ്കിൽ സ്വർഗം, ഇത് മാത്രമേയുള്ളൂ. അതുകൊണ്ട് അബ്രഹാം പിതാവ് പറഞ്ഞു, കുഞ്ഞേ, ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, നിനക്ക് ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല. ഒരു കാര്യം അവന് മനസ്സിലായി, അവനിനി രക്ഷ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നാം വായിച്ച വേദഭാഗത്തേക്ക് വേഗത്തിൽ വന്ന് ഞാൻ വാക്കൊക്കെ വിരാമം കുറിക്കാം. ഒരു കാര്യം അവൻ ഉറപ്പായി, ഇനി എനിക്ക് രക്ഷയില്ല. അതുകൊണ്ട് അവൻ അബ്രഹാം പിതാവിനോട് പറയുകയാണ്, അബ്രഹാം പിതാവേ, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അവനെ ഒന്ന് അയക്കണം, കാരണം എനിക്ക് അവിടെ 5 സഹോദരന്മാർ ഉണ്ട്, അവരും ഈ യാതന സ്ഥലത്തേക്ക് വരാതിരിക്കുവാൻ അവനെ ഒന്നെന്ത് ചെയ്യണം, ഒന്ന് അയക്കണം. ഉടനെ അബ്രഹാം പിതാവ് പറഞ്ഞു, അതും സാധിക്കുന്ന കാര്യമല്ല. പിന്നെ അവരെ യാതന സ്ഥലത്ത് വരാതെ രക്ഷിക്കാൻ വേണ്ടി ദൈവം അവിടെ പ്രവാചകന്മാരെ, മോശയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പറയട്ടെ പ്രിയപ്പെട്ടവരെ, എൻ്റെ വീട് കുമരകത്താണ്. ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു മാതാവ് അവിടെയുണ്ട്. ഞാൻ പലപ്പോഴും അവിടെ ചെല്ലുമ്പോൾ ഞാൻ സുവിശേഷം പങ്കുവെക്കുമായിരുന്നു. സുവിശേഷമൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അമ്മേനോട് പറയുന്ന, അമ്മച്ചനോട് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഭർത്താവ് മരിച്ചടക്കിയ കല്ലറയിൽ തന്നെ എനിക്ക് എന്ത് ചെയ്യണം, എന്നെ അടക്കണം. പലപ്പോഴും പല വീടുകളും സന്ദർശിക്കുമ്പോൾ സുവിശേഷകരായ ഞങ്ങളോട് പറയുന്നൊരു പദമാണ്, എൻ്റെ അച്ചായനെ കുഴിച്ചിട്ടത്ത് തന്നെ എനിക്ക് എന്ത് ചെയ്യണം, അല്ലേ? അച്ചായ യാതന സ്ഥലത്ത് നിന്ന് പറയാം, എൻ്റെ കുഞ്ഞെ, നീ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യും, ഒന്ന് രക്ഷപ്പെട്, നീ ആ സുവിശേഷത്തെ ഒന്ന് വിശ്വസിക്കുക, നീ ആ കർത്താവിനെ ഒന്ന് അറിയുക, നീ ഒന്ന് സ്നാനപ്പെട്, നീ ഒന്ന് മാനസാന്തരപ്പെട്, നീ ദൈവത്തിൻ്റെ കൽപ്പനയനുസരിക്കെന്ന് യാതനാ സ്ഥലത്ത് നിന്ന് അപ്പച്ച പറഞ്ഞുകൊണ്ടിരിക്കാം. അമ്മച്ചി ഇവിടെ നാട്ടിൽ നിന്ന് പറയുക, എനിക്ക് അവിടെ തന്നെ പോകണം. അമ്മച്ചി അവിടെ തന്നെ പോയി കേട്ടോ. ഞാൻ പറഞ്ഞ താല്പര്യം എന്തെന്നറിയാമോ? ഉടനെ പറഞ്ഞു, പറ്റത്തില്ല, അവൻ നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു, കാരണം സഹോദരന്മാർ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ട് അവൻ പറയുകയാണ്, ഒന്ന് അയക്കണം. ഉടനെ പറഞ്ഞു, പറ്റത്തില്ല, നടക്കുന്ന കാര്യമില്ല. പക്ഷേ അവിടെ ആരുണ്ടെന്നറിയാമോ? ഞാൻ അയച്ചിട്ടുണ്ട്, അവർ രക്ഷയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. ആരെ അയച്ചിട്ടുണ്ട്? പ്രിയപ്പെട്ടവരെ, മോശയും പ്രവാചകന്മാരെയും അയച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി പറയട്ടെ, നിങ്ങളുടെ ഈ പാക്കിലും ഈ ചെങ്ങമനം ദേശത്ത് പ്രിയപ്പെട്ടവരെ, വാർദ്ധക്യത്തിലേക്ക് പിതാക്കന്മാർ ദേശാന്തരങ്ങൾ ഭവനങ്ങൾ കയറിയിറങ്ങി വീട്ടിലും നാട്ടിലുമൊക്കെ കറങ്ങി നടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഈ സുവിശേഷത്തെ പങ്കുവെക്കുന്നറിയാമോ? ദൈവം അയച്ച ഭക്തന്മാരാ, കാഴ്ചപ്പാട് കൊടുത്ത്, നിയോഗം കൊടുത്ത്, നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി സുവിശേഷത്തിന്റെ ദൗത്യവും ശിരസ ഏറ്റെടുത്തുകൊണ്ട് ഈ ചൂടേറിയ അനുഭവങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് നിങ്ങളുടെ വീടുകൾ തോറും കാറ്റുമായി ഈ സുവിശേഷകന്മാർ കയറി ഇറങ്ങുന്നത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാ, നിങ്ങളുടെ ദൈവരാജ്യ പ്രവേശനത്തിന് വേണ്ടിയാ. അതുകൊണ്ട് നിങ്ങൾ ത്യജിക്കരുതേ, തള്ളിക്കളയരുതേ. അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. ഞാനൊരു ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഉടനെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവൻ നിന്നൊരുത്തൻ എഴുന്നേറ്റ് വന്നവരടക്കി ചെന്നെങ്കിൽ
അവർ മാനസാന്തരപ്പെടും. ഇപ്പം ഇവൻ പറയുക, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവൻ ഒരു യഹൂദനായ മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു യഹൂദനെ മുൻനിർത്തിയാണ് യേശു പറഞ്ഞത്. മാനസാന്തരം എന്ന് പറയുന്നത് ക്രിസ്ത്യ വിഭാഗത്തിലുള്ളവർക്ക് അറിയാവുന്ന ഒരു പദമാണല്ലോ. മറിച്ച് ഇവൻ അബ്രഹാം പിതാവേ എന്ന് വിളിക്കുമ്പോൾ അബ്രഹാം പിതാവിന് വ്യക്തമായി അറിയാവുന്ന ഒരു മനുഷ്യനാണ് ഇവൻ. അപ്പോൾ ഇവൻ ഇപ്പോൾ പറയുകയാണ്, അവനെ ഒന്ന് അയക്കണം. അവരെന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. അപ്പം അതിൻ്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ, യാതന സ്ഥലത്തേക്ക് ഞാൻ വരാൻ കാരണം ഞാൻ മാനസാന്തരപ്പെട്ടില്ല. മനസ്സിലായോ? അതുകൊണ്ട് യാതന സ്ഥലത്തേക്ക് എൻ്റെ 5 സഹോദരന്മാർ വരാതിരിക്കുവാനുള്ള ഏക വഴി ഏതെന്ന് ചോദിച്ചാൽ മാനസാന്തരം മാത്രമാ. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിത്യമായ യാതന സ്ഥലത്തേക്ക് എറിയപ്പെടാതിരിക്കാനുള്ള ഏക പോൺ വഴി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാനസാന്തരമാ. എന്താ മാനസാന്തരം? ഞാൻ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണെന്ന് തിരിച്ചറിയുക, അവയെ അനുദപിക്കുക. അനുദപിച്ചാ പോരാ, അയ്യോ പറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞ് വിടവാങ്ങുവാനല്ല. പറഞ്ഞുപോയാ, ചെയ്തു പോയാ, പ്രമാണിച്ചു പോയാ, വിധിച്ചു പോയാ സകലതും തെറ്റാന്ന് മനസ്സിലാക്കി അനുദപിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരിയണം. ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. അനുദപിക്കുന്നത് മാനസാന്തരമല്ല കേട്ടോ. പള്ളി വെച്ച് കൊടുക്കുന്നത് മാനസാന്തരമല്ല. വീട് വെച്ച് കൊടുക്കുന്നത് മാനസാന്തരമല്ല. 10 കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നത് മാനസാന്തരമല്ല. ഭാഗ്യം മേടിച്ചു കൊടുക്കുന്നത് മാനസാന്തരമല്ല. ചെയ്തുപോയ, പറഞ്ഞുപോയ, പ്രമാണിച്ചു പോയത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അനുദപിക്കുക മാത്രമല്ല, സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് തിരിയപ്പെടുന്നതാണ് മാനസാന്തരം. ബൈബിളിൽ പ്രാധാന്യത കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് മനസ്സാന്തരം. അതുകൊണ്ട് യേശു ഇങ്ങനെ പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മനസ്സാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. യേശു തൻ്റെ ശിഷ്യന്മാരെ അയച്ചപ്പോൾ അവരോട് പങ്കുവെച്ചു, നിങ്ങൾ പോകണം, നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളും പങ്കുവെക്കണം. സ്വർഗരാജ്യം സമീപിച്ചു, മനസ്സാന്തരപ്പെടുവാനായിട്ടിടയായി തീരണം. അതുകൊണ്ട് ബൈബിൾ ഇപ്രകാരം വീണ്ടും പറയുന്നു, അല്ലല്ല, മനസ്സാന്തരപ്പെടാതിരുന്നാൽ നിങ്ങൾ അങ്ങനെ തന്നെ നശിച്ചു പോകും. എന്തുകൊണ്ടാണ് ഞങ്ങൾ മാനസാന്തരപ്പെടാമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അനുദപിക്കണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് അടുക്കണമെന്ന് പറയുന്നത്? നിങ്ങൾ മനസ്സാന്തരപ്പെടാതെ പോയാൽ നിങ്ങൾ നശിച്ചു പോകും. ഏതായി നശിച്ചു പോകുന്ന നാശം? കർത്താവിന്റെ ദാസൻ വായിച്ചല്ലോ, നിത്യനാശം. അതാണ് നിത്യനരകം. ഇന്ന് രാത്രിയിലും ഈ വീടിൽ ഒത്തിരി പരിമിതികൾ ഞങ്ങൾക്കുണ്ട്. എന്നിട്ടും ഇവിടെ വന്നുകൊണ്ട് ഈ സുവിശേഷം ഞങ്ങൾ അറിയിക്കുന്നത് എന്തിനാന്ന് വേണ്ടി എന്ന് ചോദിച്ചാൽ, എൻ്റെ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിത്യനാശം എന്ന നരകത്തിലേക്ക് പോകാതിരിക്കുവാൻ ഒരേ ഒരു മാർഗമേ ലോകത്തിൽ മാനവജനതയ്ക്ക് കൊടുത്തിട്ടുള്ളൂ, അത് മാനസാന്തരമാണ്. അപ്പോൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും. പിന്നെ എന്തിനാണ് മാനസാന്തരപ്പെടുന്നത്? വീണ്ടും ബൈബിൾ വാക്യം പറയുന്നു, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ മാനസാന്തരപ്പെടണം. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നിന്ന് മോചനത്തിന് വേണ്ടി ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് മാനസാന്തരമാണ്. പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി, പാപം മോചിക്കപ്പെടണമെങ്കിൽ, നീതിമാന്മാരും വിശുദ്ധന്മാരും ദൈവരാജ്യത്തിന് ഉടമകളുമാകണമെങ്കിൽ ഒന്നേ നടന്നേ മതിയാകൂ, അത് നിങ്ങളുടെ മനസ്സാന്തരമാണ്. വീണ്ടും ബൈബിൾ പറയുന്നു, പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് നിങ്ങൾ മാനസാന്തരപ്പെടണം. പിന്നെ ബൈബിൾ വാക്യം പറയുന്നു, ജീവപ്രാപ്തിക്കായി നിങ്ങൾ മനസ്സാന്തരപ്പെടണം. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക, 2 വാക്യം കൂടെ ഇതിനോടനുബന്ധിച്ച് വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാ. അതേ, അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ എല്ലായിടത്തും എല്ലാവരും മനസ്സാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാ. പെന്തക്കോസ്തുകാരുടെ ഒരു പദപ്രയോഗമല്ല കേട്ടോ, ഉപദേശിമാരുടെ ഒരു പദപ്രയോഗമല്ല. വീട് തോറും
കടന്നു വന്ന് കുഞ്ഞെ നീ മാനസാന്തരപ്പെട്, സഹോദര നീ മാനസാന്തരപ്പെട്, അച്ചായ നീ മാനസാന്തരപ്പെടൂ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് ഞങ്ങൾ പുലമ്പുന്നതായൊരു പദമല്ല, അല്ല ഞങ്ങൾ ഒരുക്കി വരുന്ന ഒരു പദമല്ല കേട്ടോ. പിന്നെ ഇതെന്തെന്നറിയാമോ? ഇത് ദൈവത്തിന്റെ കൽപ്പനയാ, ഇത് ദൈവത്തിന്റെ ആജ്ഞയാ. നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ എല്ലായിടത്തും എല്ലാവരും, സ്ത്രീയും പുരുഷനും ആരുമായിക്കൊള്ളട്ടെ, എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. ഇതുകൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുമ്പോൾ ഞങ്ങളെ പഴിക്കരുത് കേട്ടോ, ഞങ്ങളോട് വേദന തോന്നരുത്. ആവർത്തിച്ച് വീണ്ടും ഈ പദപ്രയോഗം ഉന്നയിക്കാൻ കാരണം ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. നിങ്ങൾ മാനസാന്തരപ്പെടണം. ഇനി പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് കർത്താവ് നിങ്ങൾ ഈ പറഞ്ഞിട്ടും വരാത്തത്? 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്തുകൊണ്ട് കർത്താവ് താമസിക്കുന്നു? ബൈബിൾ പറയുന്നു, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്നുള്ളത് കൊണ്ട് അവൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാ. കുഞ്ഞെ, എന്താ യേശു വരാത്തത്? സഹോദര, എന്താ യേശു വരാത്തത്? പ്രിയ മോളെ, എന്താ യേശു വരാത്തത്? നീയും കൂടെ മാനസാന്തരപ്പെടുവാൻ കർത്താവ് താമസിക്കുകയാ. നീയും കൂടെ യേശുവിനെ അറിയുവാൻ കർത്താവ് താമസിക്കുകയാ. നീയും കൂടെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ യേശു താമസിക്കുകയാ. നീയും കൂടെ യേശുവിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിപ്പാൻ യേശു ആഗ്രഹിച്ചു. അതുകൊണ്ട് യേശു താമസിക്കുകയാ. നീയും ദൈവത്തിന്റെ രാജ്യത്തിൽ പോകുവാൻ യേശു ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് യേശു താമസിക്കുകയാ. അപ്പോൾ പർദീസയിലേക്ക് പോകാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, മനസ്സാന്തരപ്പെടുക. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ധനമുള്ളത് കൊണ്ടല്ല ഇവൻ നരകത്തിൽ പോയത്. അബ്രഹാം ധനവാനായിരുന്നു, ഇസഹാക്ക് ധനവാനായിരുന്നു, യാക്കോബ് ധനവാനായിരുന്നു, യോസഫ് ധനവാനായിരുന്നു, ഇയ്യോബ് ധനവാനായിരുന്നു. ധനവാനായതുകൊണ്ടല്ല, ലോകപ്രകാരമുള്ള ജീവിതത്തിന് മൂല്യം കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കാതെ ജീവിച്ച, മാനസാന്തരപ്പെടാത്ത ഒറ്റ കാരണത്താൽ അവൻ നരകത്തിൽ യാതനയ്ക്ക് കടന്നുപോയി. എന്നാൽ ജീവിത സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിലും ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിച്ച ദരിദ്രനായ ലാസർ അബ്രഹാമിൻ്റെ മടിയെന്ന പർദീസയിലേക്ക് കടന്നുപോയി. പറഞ്ഞവസാനിപ്പിക്കുകയാ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ കണക്കനുസരിച്ച് ഒരു ദിവസം ഒരു മിനിറ്റിൽ 105 പേര് മരണം വഴിയായി മാറ്റപ്പെടുന്നു. ഒരു ദിവസത്തെ കണക്കനുസരിച്ച് പ്രിയപ്പെട്ട ഒരു മണിക്കൂർ സമയം അനുസരിച്ച് 6317 പേര് മരിച്ചു പോകുന്നു. ഒരു ദിവസത്തെ കണക്ക് പറഞ്ഞാൽ 1,51,600 പേര് മരിച്ചു മാറുന്നു. ഇനിയും ഇന്നെൻ്റെ രാത്രി അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം തീരാൻ ചില മണിക്കൂർ നമ്മുടെ മുമ്പിലുണ്ട്. ആ 1,51,600 പേരിൽ ഇനിയും ചിലരെ ശിക്ഷിക്കാനുണ്ട് രാത്രി 12 മണി വരെ. അതിലൊരാളാണോ നിങ്ങൾ എന്നാർക്കും അറിയത്തില്ല. എന്നാൽ ഇതാ സുപ്രസാദകാലം, ഇതാ രക്ഷാദിവസം. നിങ്ങളുടെ ദൈവരാജ്യം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വീതിയിൽ, നിങ്ങളുടെ സമീപത്ത് സുവിശേഷം, നിങ്ങളുടെ രക്ഷയുടെ സന്ദേശമായി ദൈവഭക്തന്മാരെ അയച്ചു. അതുകൊണ്ട് ഇതാ സുപ്രസാദകാലം, ഇതാ രക്ഷാദിവസം. നാടും നാട്ടുകാരും പള്ളിയും പട്ടക്കാരും പ്രമാണത്വമൊന്നും നോക്കിക്കൊണ്ട് നിങ്ങളുടെ രക്ഷയെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാം. നമുക്കൊരുമിച്ച് ദേശത്തിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദപരിധിയിൽ അങ്ങിങ്ങായിരുന്ന പലരും കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാ. ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, ആമേൻ. അതുകൊണ്ട് നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്കൊരുറപ്പുണ്ടോ? നിങ്ങൾക്ക് യാതന സ്ഥലത്തേക്കല്ല ദൈവരാജ്യത്തിലേക്കൊരു പ്രവേശനമുണ്ടെന്ന്. ഇന്ന് രാത്രി ആ ഉറപ്പില്ലെങ്കിൽ ഉറപ്പ് പ്രാപിപ്പാൻ ഇന്ന് രാത്രി നിങ്ങൾക്ക് കഴിയും. യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുക, യേശുവിയുടെ പാപക്ഷമം പ്രാപിക്കുക. യേശുവിനെ ആരാധിക്കുന്നൊരു കൂട്ടം ഈ ഭവനത്തിലുണ്ടല്ലോ, കൂടെ കൂടുക. യേശുവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കുക. പരിശുദ്ധാത്മാവിൽ യേശുവിനെ ആരാധിക്കുക, വേർപാട് പാലിക്കുക. നിങ്ങൾക്ക് മരണാനന്തരം സ്വർഗത്തിലെത്താൻ കഴിയും. നല്ല നാഥനെ, സ്വർഗപിതാവേ,
ഈ ദേശത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് കൈമാറുകയാണ്. ഞങ്ങൾക്ക് രക്ഷാകാരണമായി മാറിയ അതേ സുവിശേഷം ഞങ്ങളുടെ സമശിഷ്ടങ്ങളായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി കൈമാറിയിരിക്കുകയാണല്ലോ. അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സന്ദേശമായി ഈ ദൂത് മാറട്ടെ അപ്പ. ചിലരോട് ദൈവം ഇടപെടണമേ കർത്താവേ. ഇന്ന് രാത്രി ചില പുതിയ തീരുമാനങ്ങൾ ഞങ്ങളുടെ ചില പ്രിയപ്പെട്ടവർ എടുക്കട്ടെ കർത്താവേ. ദൈവരാജ്യത്തിന് അവർ ഉടമകളാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാ. ഈ ദേശത്തെ ഭവനങ്ങളെ ഞങ്ങൾ അന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ ഇവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹമേറിയ നല്ല സന്ദേശം ഈ രാത്രികാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ അഭിഷേകത്തിലൂടെ അറിയിച്ചല്ലോ. കർത്തൃദാസനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ ആത്മീയ സന്ദേശം ഏറ്റെടുത്തതായ എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നതിനായി കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോവി വി മാത്യു പാസ്റ്ററെ ക്ഷണിച്ചുകൊള്ളുന്നു.